ഹലോ ഓൾ, നമസ്കാരം. എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഒരു ബാക്കി പത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് 5 ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പാർട്ട് 5-നകത്ത് പ്രധാനമായിട്ടും നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകളെ പറ്റിയിട്ടാണ് നോക്കിയത്. അതിന് മുന്നിലത്തെ പാർട്ടിൽ അഗ്രികൾച്ചറൽ സീസൺസിനെ പറ്റിയിട്ടാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ പല ഏരിയാസ് ആയിട്ട് നമ്മളിങ്ങനെ തീർത്ത് വരുവാണ്. അഗ്രികൾച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരല്പം ലെങ്തിയാണ്, ഒരുപാടുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. നമുക്കിത് രണ്ട് രീതിയിലും പഠിക്കാം. വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കണമോ എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് അഗ്രികൾച്ചർ. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് ഞാൻ വിട്ടു തരുന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതെല്ലാം തന്നെ പഠിക്കാൻ തന്നെ പരമാവധി ശ്രമിക്കുക കേട്ടോ. ഇഫ് നമുക്കിപ്പോൾ സമയം തീരെ കിട്ടുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി സ്കിപ്പ് സം ഓഫ് ദീസ് സെഷൻസ്. അപ്പോൾ പർട്ടിക്കുലർലി ക്രോപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഈ സെഷൻസ് ഒക്കെ വേണമെങ്കിൽ ലാസ്റ്റ് റിസോർട്ടായിട്ട് നിങ്ങൾക്ക് സമയമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദീസ് ടോപ്പിക്സ്. ബട്ട് എനി ഹൗ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു റെക്കോർഡിംഗ് ഉള്ളത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ക്ലാസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഗുണകരമാക്കി എടുക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നീട് ഇതേപ്പറ്റി മനസ്സിലാക്കണം എന്നെങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ഒരു റെഫറൻസ് മെറ്റീരിയൽ എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് എനി ഹൗ വി ആർ ആക്ച്വലി ഗിവിങ് യു ദീസ് ഇൻഫോർമേഷൻസ്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പറയുന്ന കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ്. ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, അഗ്രികൾച്ചറൊക്കെ പൊതുവേ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെയധികം മിനിമലായിട്ട് മാത്രമാണ് അതിനകത്ത് കുറച്ച് കൺസെപ്റ്റ് പറയാനുള്ളത്. അത് നമ്മൾ ഓൾറെഡി കുറേയൊക്കെ പറഞ്ഞു പോയി. സീസൺസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയി. സോ ദോസ് തിങ്സ്, അതിനകത്ത് ചെറിയ കുറച്ച് കോൺസെപ്റ്റുകൾ കിടപ്പുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദി കണ്ടൻറ്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നതും ഒരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, so today we'll be discussing about a lot more crops. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ക്രോപ്സ് കുറച്ച് പേരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. റൈസ്, വീറ്റ്, അതുപോലെ മെയ്സ്, ചോളം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അഗ്രികൾച്ചറൽ ക്രോപ്സിൻ്റെ, മേജർ ക്രോപ്സിൻ്റെ ഡീറ്റെയിലിങ്ങിൽ കണ്ടത്. ഇന്ത്യയിൽ അതല്ലാണ്ട് ഇഷ്ടംമാതിരി ഒട്ടനേകം മറ്റ് ക്രോപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബാക്കി കുറച്ച് പേരെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. മില്ലറ്റ്സ് അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 2023 എന്ന വർഷത്തിന് മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട്. അതിന് ഇന്ത്യ വലിയൊരു ഊന്നൽ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും 2023 ബന്ധപ്പെട്ട് മില്ലറ്റ്സിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. എന്താണ് ആ പ്രാധാന്യം? 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആര് റെക്കഗ്നൈസ് ചെയ്തു? ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നമുക്കറിയാം, വി ഹാവ് FAO. നമുക്ക് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, FAO. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അലോങ് വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ്, UN, and along with the United Nations has declared 2023 as International Year of Millets. International Year of Millets. അപ്പോൾ നമ്മൾ ഓരോ വർഷത്തെയും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ കമമറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത് പറയാറുണ്ടല്ലോ എല്ലാ വർഷങ്ങളെയും. അതുപോലെ 2023 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ ഇന്ത്യയുടെ പ്രാധാന്യം, ഇന്ത്യയാണ് അതിന് മുൻതൂക്കം നൽകിയത്, അല്ലെങ്കിൽ ഇന്ത്യയാണ് ആ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നതിൽ ആദ്യ റെക്കഗ്നേഷൻ നടന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിലാണ് താനും. അപ്പോൾ ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇനീഷ്യേഷനിൽ താല്പര്യപ്രകാരം 2023 മില്ലറ്റ്സിന് ഒട്ടനവധി ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റും മറ്റുമൊക്കെയുള്ള ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് ഗ്രെയിൻസ് ആണ് ഈ മില്ലറ്റ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ചെറു ധാന്യങ്ങളെന്ന് വിളിക്കാവുന്ന ഐറ്റംസ്. അപ്പോൾ ഈ മില്ലറ്റ്സിൻ്റെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്ലസ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ മില്ലറ്റ്സിൻ്റെ ഒരു റവല്യൂഷൻ തന്നെ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ന്യൂട്രീഷണൽ അവയർനെസ്, മില്ലറ്റ്സിൻ്റേതായൊരു ന്യൂട്രീഷണൽ അവയർനെസ് ഇന്ത്യയിൽ മാത്രം ഒതുക്കാണ്ട് അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു റെക്കഗ്നേഷനൊക്കെ കൊടുക്കുന്നത്. പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും സാധാരണക്കാരായ മനുഷ്യരൊക്കെ ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയത് 2023 ഈ ഒരു റെക്കഗ്നേഷന് ശേഷമാണെന്ന് പോലും അറിയുന്നുണ്ട്. അത് ആശ്ചര്യകരമായിട്ടുള്ള, അല്ലെങ്കിൽ അത് എത്രത്തോളം ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് വിളിച്ചോതുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? പലരും മില്ലറ്റ്സ് എന്താണെന്ന് അറിയുന്നത് പോലും
ഇതിന് ശേഷമായിരിക്കും. ചെറുധാന്യങ്ങളൊക്കെയാണ് വളരെയധികം ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ഉള്ള നമ്മുടെ റാഗി, ബജ്ര, ജോവർ ഇതിനൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ഈ പറയുന്ന മില്ലറ്റ്സ് എന്ന രീതിയിൽ വിളിക്കുന്നത്. ചുരുക്കം നമ്മൾ അതിനെ ന്യൂട്രി സിറിയൽസ് എന്നാണ്, ന്യൂട്രിയൻ റിച്ച് സിറിയൽസ് എന്നാണ് മില്ലറ്റ്സിനെ മറ്റൊരു രീതിയിൽ എനിക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുക. സോ മില്ലറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ തുടക്കത്തിലുള്ള ഈ ഒരു പാർട്ട് 6 നമ്മൾ തുടക്കം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മില്ലറ്റ്സ് എന്ന ഫുഡ് ഗ്രെയിൻസിനെ പറ്റിയിട്ടായിരിക്കും. So millets can be grown in inferior alluvial or loamy soil because they are less sensitive to soil deficiencies. അതായത് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള, അതായത് ഇൻഫീരിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഫലഭൂഷ്ടി കുറഞ്ഞ അലൂവിയൽ എക്കൽ മണ്ണുകളിലോ മറ്റ് സോയിലുകളിലോ ഒക്കെ തന്നെയും നമുക്ക് മില്ലറ്റ്സിൻ്റെ കൾട്ടിവേഷൻ ചെയ്യാൻ സാധിക്കും. ക്യാൻ ബി ഗ്രോൺ എന്നാണ് പറയുന്നത് ബിക്കോസ് ദേ ആർ ലെസ് സെൻസിറ്റീവ് ടു സോയിൽ ഡെഫിഷ്യൻസീസ്. അവർ സോയിലിലുള്ള ഡെഫിഷ്യൻസീസ്, ന്യൂട്രീഷണൽ അഭാവങ്ങളോടുള്ള അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വലിയ രീതിയിലൊന്നുമില്ല. അതായത് ചെറിയ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള മണ്ണാണെങ്കിൽ പോലും എനിക്ക് ആരെ കൾട്ടിവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്, ഈ പറയുന്ന മില്ലറ്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാം. ജനറലി മില്ലറ്റ്സ് എന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൾട്ടിവേറ്റ് ചെയ്യാം. ജോവർ അതിനകത്ത് ഉദാഹരണത്തിൽ പെടുന്ന ഒരാളാണ് അതിൽ ജോവർ എന്ന് പറയുന്നത്. ജോവർ റെയിൻ ഫെഡ് ക്രോപ്പ് ഗ്രോൺ ഇൻ മോയിസ്റ്റ് ഏരിയാസ് വിത്ത് ലെസ് ഓർ നോ ഇറിഗേഷൻ. അതായത് മഴ സാധാരണയായി ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈർപ്പാംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളരെ മിനിമലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒട്ടും തന്നെയോ ഇറിഗേഷൻ ഇല്ലാതെയും എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് ജോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജോവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പൊതുവേ റെയിൻഫെഡ് ആയിട്ടുള്ള ഏരിയകളിലാണ്. ഓക്കെ, അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ജലലഭ്യത വളരെ മിനിമലായിട്ടുള്ളൊരു ഇറിഗേഷൻ സംവിധാനം അല്ലെങ്കിൽ ഇറിഗേഷൻ സംവിധാനം തീരെ ഇല്ലാതെയും ഞാൻ ആരെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, ജോവറിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ബജ്ര നോക്കിക്കഴിഞ്ഞാലോ സാൻഡി സോയിലാണ് നല്ലത്. ഷാലോ ബ്ലാക്ക് സോയിലായാലും കൾട്ടിവേഷൻ നടക്കും. റാഗി റെഡ്, ബ്ലാക്ക്, സാൻഡി സോയിലൊക്കെ അനുയോജ്യമായിട്ട് ഡ്രൈ കണ്ടീഷൻസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് റാഗിയും. ജനറലി ജോവറും ബജ്രയും റാഗിയും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, കാരണം ട്രോപ്പിക്കൽ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവന് ഒരുപാട് മഴ ലഭ്യതയോ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഒന്നും വേണം നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ട്രോപ്പിക്കൽ മേഖലയിലും വളരും, സബ് ട്രോപ്പിക്കൽ മേഖലയിലും വളരുന്ന കാണാൻ പറ്റും. ഒരു 27 മുതൽ 32 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടെന്നുണ്ടെങ്കിൽ ആശാൻ പൊളിക്കും. അവന് 40 ഡിഗ്രിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യുവാനും സാധിക്കും. പൊതുവേ ഈ 40 ഡിഗ്രിക്ക് മുകളിലുള്ള ടെമ്പറേച്ചർ പൊതുവേ നമ്മുടെ മേഖലകളിലുള്ള ചെടികൾ അങ്ങനെ ഇങ്ങനെ ടോളറൻ്റ് അല്ല. പക്ഷെ മില്ലറ്റ്സിൻ്റെ കാര്യത്തിൽ ഈവൻ ദേ ക്യാൻ ടോളറേറ്റ് ടെമ്പറേച്ചേഴ്സ് എക്സീഡിങ് 40 ഡിഗ്രീസ്, അല്ലേ, 40 ഡിഗ്രി കൂടുതലുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ അവർക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെയിൻഫോൾ ഒരു 30 to 60 സെൻറ്റിമീറ്റർ മതി. അതാകുമ്പോൾ ഞാൻ കുറഞ്ഞ റെയിൻഫോളൊക്കെ മതി, കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. ഒരു 30 to 60 സെൻറ്റിമീറ്റേഴ്സൊക്കെ നമുക്ക് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മില്ലറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവന്മാർ ഹൈലി വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ട് എനിക്ക് കണക്കൂട്ടാം. നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗ്രീൻ റെവല്യൂഷനിൽ ഉപയോഗിച്ച ക്രോപ്സൊക്കെ ഹൈലി വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്സ് ആണ് നമ്മൾ പഠിച്ചു. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ എഴുതിയതാണ്. ഒരുപാട് വെള്ളം വേണം. 1 കിലോ അരിക്ക് 3500 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുന്ന കണക്കാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഭയങ്കര കൂടുതലായിരുന്നു അന്ന് ഈ ഗ്രീൻ റെവല്യൂഷൻ സമയത്ത്. എന്നാൽ ഇവിടെ താരതമ്യേന ദിസ് ഇസ് ഹൈലി വാട്ടർ എഫിഷ്യൻറ്റ്. മില്ലറ്റ്സ് പൊതുവേ വാട്ടർ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. Soil can be grown in inferior alluvial loamy soil and even in red soil where rice or wheat cannot survive. അതായത് അരിയോ ഗോതമ്പോ നട്ടാൽ കാര്യമായ വിളവ് നൽകാത്ത, ഈൽഡ് നൽകാത്ത ഏരിയകളിലുള്ള സോയിലിൽ പോലും എനിക്ക് മില്ലറ്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ജനറലി ഏതായാലും കുഴപ്പമില്ല. അലൂവിയൽ ലോമി സോയിൽ, റെഡ് സോയിലൊക്കെ നമുക്കിവിടെ പോസിബിളാണ് മില്ലറ്റ്സിൻ്റെ കൾട്ടിവേഷനിൽ. സീസൺ പ്രൈമർലി ഇറ്റ് ഇസ് എ ഖാരിഫ് ക്രോപ്പ്, കൺസിഡേർഡ് ഖാരിഫ്. പക്ഷെ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ജോവർ ആണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ റാബി ക്രോപ്പായിട്ടാണ്, റാബി വിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കാരണം ഇവനങ്ങനെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഖാരിഫ് എന്ന് പറയുമ്പോൾ വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്പാണ്. പൊതുവേ നല്ല മഴയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലാണ് ഖാരിഫ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവൻ അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, മാത്രമല്ല റാബി ക്രോപ്പ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറവാണ് റിക്വയർഡ്. ജനറലി റാബി ക്രോപ്പുകൾക്ക് താഴ്ന്ന ടെമ്പറേച്ചറാണ് വേണ്ടത്. പക്ഷേ ഇവിടെ റാബി ക്രോപ്പിൻ്റെ അത്ര കണ്ട് താഴ്ന്ന ടെമ്പറേച്ചർ അല്ല ഇവന് അഭികാമ്യം. 27 മുതൽ 32 വരെ ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അതീവ തണുപ്പോ അതീവ ചൂടോ പോവാത്ത ഒരു സാഹചര്യങ്ങളിൽ രണ്ടായിട്ടും റാബി കൃഷിയായിട്ടും ഖാരിഫ് വിളയായിട്ടും ഇവനെ എന്ത് ചെയ്യാറുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് വേണമെങ്കിൽ റീജിയൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. മഹാരാഷ്ട്ര, കർണാടക പോലുള്ള ഇടങ്ങളിലൊക്കെ ഈ മില്ലറ്റ്സിനെ റാബി വിളയായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് കേട്ടോ. മഹാരാഷ്ട്ര, കർണാടക പോലുള്ള ഇടങ്ങളിൽ റാബി വിളയായിട്ട് ഇവനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ
ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങളെന്ന് പരിശോധിച്ചാൽ ജനറലി മില്ലറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജസ്ഥാൻ എന്ന് പറയാം. 2ാം സ്ഥാനത്ത് കർണാടക, 3 മഹാരാഷ്ട്ര, 4 മധ്യപ്രദേശ്, 5 ഉത്തർപ്രദേശ്. അപ്പോൾ രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ഒരു കണക്ക്. ഇതിൽ ജോവറും ബാജറയുടെയും കണക്ക് നോക്കിയാൽ ജോവർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 2ാം സ്ഥാനം കർണാടക തന്നെയാണ്. 3ാം സ്ഥാനം മധ്യപ്രദേശാണ്. 4 തമിഴ്നാട്, 5 ആന്ധ്രാപ്രദേശാണ്. അതായത് ജനറൽ മില്ലറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിൻ്റെ ഗണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട് ജോവറിൻ്റെ ടോപ്പ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്. ആദ്യത്തെ 3 പേരെങ്കിലും പഠിച്ചിരിക്കുക: മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്. ബാജ്രയുടെ കൾട്ടിവേഷനിൽ രാജസ്ഥാൻ തന്നെയാണ് മുന്നിൽ. 2ാം സ്ഥാനത്ത് എന്നാൽ ഉത്തർപ്രദേശാണ്. 3ാം സ്ഥാനത്ത് ഗുജറാത്ത്, 4 മധ്യപ്രദേശ്, 5 ഹരിയാന. ഇതാണൊരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കണക്കാണ്. So these are also known as coarse grains which have high nutritional value, and ragi is very rich in iron, calcium and other micronutrients and roughage. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഇവന്മാർ എന്തെന്നും അറിയപ്പെടുന്നു? കോഴ്സ് ഗ്രെയിൻസ് എന്നും വിശേഷിപ്പിക്കും. ഇത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള പേരും പറഞ്ഞിട്ട്. ഇതിൽ ജോവർ ഇസ് ദി 3rd മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ക്രോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഏരിയ ആൻഡ് പ്രൊഡക്ഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞ ജോവർ അല്ലേ, ടോട്ടൽ ഫുഡ് ക്രോപ്സിൻ്റെ കാര്യത്തിൽ 3ാമത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പ്രൊഡക്ഷനും ഏരിയ കൺസംഷനും ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഫുഡ് ഗ്രെയിൻ എന്ന് പറയുന്നത് ജോവറാണെന്ന് നമുക്ക് പറയാം എന്നുള്ളതാണ് പറയുന്നത്. 3ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരിശോധനയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ശ്രീ അന്ന കേട്ടിട്ടുണ്ടോ? The Union budget officially designated millets as Shri Anna, the mother of all grains, Shri Anna, to promote them as a global powerhouse. അതായത് മില്ലറ്റ്സിനൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആൻഡ് ഗ്ലോബൽ സ്റ്റാൻഡിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മില്ലറ്റ്സിനെ ജനറലൈസ് ചെയ്തൊരു ടാഗ് ലൈൻ കൊടുത്ത് വിശേഷിപ്പിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഗ്രഹിച്ചു. അങ്ങനെ യൂണിയൻ ബഡ്ജറ്റിൽ ഒഫീഷ്യലി മില്ലറ്റ്സിന് ഒരു ഡെസിഗ്നേഷനും കൂടി വരുന്നുണ്ട്, ശ്രീ അന്ന. അപ്പോൾ ശ്രീ അന്ന എന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന ചോദ്യം വന്നാൽ അത് മില്ലറ്റ്സുമായിട്ടാണ്. യൂണിയൻ ബഡ്ജറ്റിൽ മില്ലറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ നാമധേയമാണ് ശ്രീ അന്ന എന്നതുകൊണ്ട് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ മീനിങ് എന്നും ചോദിക്കാം. ദ മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ് മീനിങ്? ദ മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്ന മീനിങ്ങിലാണത് പോകുമെന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ്സ് റിസർച്ച് 2. Indian Institute of Millets Research. The institute in Hyderabad has been supported as a global center of excellence for sharing best practices and technology. ഈ മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട ഉൽപ്പാദനം, അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ടൊരു ഗ്ലോബൽ ഹബ്ബായിട്ട് മാറാനായി ഹൈദരാബാദിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച് എന്ന സ്ഥാപനം പൂർണ്ണ സജ്ജമായി തന്നെ നിലവിൽ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ PDS ഇൻ്റഗ്രേഷൻ. PDS എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ്റഗ്രേഷനാണ്. അതായത് സെവറൽ സ്റ്റേറ്റ്സ് ലൈക്ക് കർണാടക ആൻഡ് ഒഡീഷ ഹാവ് സ്റ്റാർട്ടഡ് ഇൻക്ലൂഡിങ് റാഗി ആൻഡ് ബജ്ര ഇൻ ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് മിഡ് ഡേ മീൽ സ്കീം. കേരളത്തിലോട്ട് വരുന്നേ ഉള്ളൂ. അതായത് കേരളത്തിൽ പണ്ട് നമ്മുടെ ഇതിനകത്ത് അംഗൻവാടികൾ എന്ന് പറയുന്ന സംവിധാനങ്ങളില്ലേ, അംഗനവാടികളുടെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന പോലെ മില്ലറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ കിട്ടാറുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഓൾറെഡി ഈ PDSുമായിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മില്ലറ്റ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, മില്ലറ്റ്സിനെ ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടിയുണ്ട്. അതായത് സാധാരണയായി മനുഷ്യർ കൺസ്യൂം ചെയ്യുന്ന അരിയോ ഗോതമ്പോ പോലുള്ള ധാന്യങ്ങളെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ തൃപ്തരായിട്ടുള്ള ഒരാളെ മറ്റൊരു മില്ലറ്റ്സ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മില്ലറ്റ്സ് കൊള്ളാം, മില്ലറ്റ്സ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡിങ് കൊടുക്കുമ്പോഴും ഇന്ത്യയിലുള്ള ആൾക്കാർ അതുമായി കാര്യമായിട്ടുള്ളൊരു ബോധവൽക്കരണത്തിന് വിധേയരായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയ ഒരു പ്രസക്തി ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ത്യൻസ് അത്ര കൺസ്യൂം ചെയ്യുന്നില്ല എങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻസിൻ്റെ ഇടയിലും ഈ ഒരു ന്യൂട്രീഷണൽ വാല്യൂസിൻ്റെ മെച്ചത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് തന്നെയാണ് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI എന്ന് പറയുന്ന ഒരു ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് അംഗീകരിച്ചതെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ചുക്കാൻ പിടിച്ചതെങ്കിലും നമുക്ക് ഈ ധാന്യങ്ങൾ PDSലേക്ക് എത്തുന്നത്, നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് എത്തുന്നതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത് FCI ആണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾ പല സ്ഥലങ്ങളിലൂടെയും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് പലയിടങ്ങളിലും ഈ ട്രെയിനിൻ്റെ പാളത്തിനോട് ചേർന്ന് വെയർ ഹൗസുകൾ കാണാൻ പറ്റും. FCI വെയർ ഹൗസുകൾ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വലിയ ഷെഡുകൾ കെട്ടിയിട്ടിരിക്കുന്ന കാണാം. അത് വെയർ ഹൗസുകളാണ്. അതായത് ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്ന അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ
സ്റ്റോർ ചെയ്യുന്ന മേഖലകളാണ് ഈ പറയുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെയർ ഹൗസസ്. അത് മാനേജ് ചെയ്യുന്ന FCI ആണ്. അപ്പോൾ FCI വഴി തന്നെ മില്ലറ്റ്സും എവിടേക്ക് എത്തുന്നുണ്ട്, PDS സിസ്റ്റങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കർണാടക, ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ ഓൾറെഡി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മുഖാന്തരം മില്ലറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഓൾസോ സ്റ്റാർട്ടഡ്. അപ്പോൾ ആൾക്കാർ ഫെമിലിയറൈസ്ഡ് ആവും. അധികം ആൾക്കാർക്ക് ഇതുമായി പരിചയമില്ല എങ്കിൽ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ PDSലെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് മില്ലറ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോറം, established to help the farmer producer organizations and export to reach international markets. അതായത് ഒരു ഫോറം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്, മില്ലറ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോറം. മില്ലറ്റ്സിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കാര്യമായ സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഫാമേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, ആ ഒരു മാർക്കറ്റ് റീച്ച് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഫോറമാണ് മില്ലറ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും മില്ലറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ പലതരത്തിലുള്ള മില്ലറ്റ്സ് പലയിടങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് നിങ്ങൾ ഈ മാപ്പിൽ കാണാൻ പറ്റുക. 4.24 മില്യൺ ഹെക്ടർ ഏരിയയിലെ ജോവർ, 4.78 മില്യൺ ടൺസിൻ്റെ പ്രൊഡക്ഷൻ പറയുന്നുണ്ട് ജോവർ. ബജ്ര 7.75 മില്യൺ ഹെക്ടേഴ്സ് ഏരിയ, 10.86 മില്യൺ ടൺസ് പ്രൊഡക്ഷൻ. 2020-21 കണക്കാണ് ഈ പറയുന്നത്. ഇറ്റ് ഹാസ് ചേഞ്ച്, അത് മാറിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. രണ്ടാമത്തെ ആൾ ഷുഗർ കെയിനിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ മില്ലറ്റ്സ് നിങ്ങൾ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയത് ഒരുപാട് ആഴങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജനറലായിട്ട് ഒരു സർഫസ് പെരിഫറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ വിൽ മൂവിങ് ഓൺ ടു ദി ഷുഗർ കെയിൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. സോ ഈ ഷുഗർ കെയിനിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ പ്രൊഡ്യൂസറാണെന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണെന്ന് പറയാം. ഇന്ത്യ ഇസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ഗ്ലോബലി, ഫോളോവിങ് ബ്രസീൽ. അല്ലേ, ബ്രസീൽ കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഷുഗർ കെയിൻ ഉൽപ്പാദകരാണ് ഇന്ത്യ എന്ന് പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ ക്രോപ്പ് ഇൻ ദി കൺട്രി, പ്രൊവൈഡിങ് ദ റോ മെറ്റീരിയൽ ഫോർ സെക്കൻഡ് ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ദറ്റ് ആഫ്റ്റർ ടെക്സ്റ്റൈൽസ്. അതായത് ഷുഗർ ഇൻഡസ്ട്രിയാണ് അല്ലേ. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, കാർഷിക വിളയെ അടിസ്ഥാനമാക്കി നിൽക്കുന്ന വ്യവസായം പഞ്ചസാര ഉൽപ്പാദനമാണ്, ഷുഗർ ഇൻഡസ്ട്രിയാണ്. ആ ഷുഗർ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ടെക്സ്റ്റൈൽസ് കഴിഞ്ഞാൽ അടുത്തത് ഷുഗർ കെയിനാണ്. ഈ ഷുഗർ ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയാം. ഷുഗർ മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലായിട്ട് നമ്മൾ ഷുഗർ കെയിനെ കണക്കാക്കുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഷുഗർ. ഇപ്പോൾ ഷുഗർ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, ഇപ്പോൾ ജാഗറി ശർക്കര ഉണ്ടാക്കുന്നത്, പിന്നെ നമ്മളിപ്പോൾ എത്തനോള്, ഓക്കെ, മൊളാസസ് എത്തനോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ടെക്സ്റ്റൈൽസിലും പിന്നെ മറ്റ് ജിയോ ടെക്സ്റ്റൈൽസിലും ഫൈബറാക്കി മാറ്റുന്നത്, ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മൾ ഷുഗർ കെയിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡൈനാമിക്സ് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻസ് ഫോർ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. ഒന്ന് സബ് ട്രോപ്പിക്കൽ ബെൽറ്റ്, 2 ട്രോപ്പിക്കൽ ബെൽറ്റ്. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ ക്ലൈമാറ്റിക് സോണിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ടോട്ടൽ ഇന്ത്യയെ നമുക്കൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ നോർത്തേൺ പോർഷനെ ഒരു സബ് ട്രോപ്പിക്കൽ എന്നും സദേൺ പോർഷനെ ട്രോപ്പിക്കൽ എന്നും വിളിക്കാം. സദേൺ പോർഷനെ ട്രോപ്പിക്കൽ മേഖല എന്നും വിളിക്കാം. അതായത് ഈ ഒരു 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെ 22.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമ്മൾ പറയുന്നതാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലും താഴെയായിട്ട് പറയുന്നത്. 23.5 ഡിഗ്രി അല്ലേ, 23.5 ഡിഗ്രി, സോറി, യെസ്, പെട്ടെന്ന് അതങ്ങ് മറന്നു പോവാം. നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെ മുകളിലും താഴെയുമായിട്ടുള്ള റീജിയൻസ് ആണ്. അതാണ് 2 പ്രൊഡക്ഷൻ ബെൽറ്റുകൾ എന്ന് പറയുന്നത്. ഷുഗർ കെയിനിന് 2 പ്രൊഡക്ഷൻ ബെൽറ്റ് പറയും. ഒന്ന് സബ് ട്രോപ്പിക്കൽ ബെൽറ്റ്, ഒന്ന് ട്രോപ്പിക്കൽ ബെൽറ്റ്. ഷുഗർ കെയിൻ, ട്രോപ്പിക്കൽ ഷുഗർ കെയിൻ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഷുഗർ കെയിൻ ജനറലി ഹാസ് എ ഹയർ സൂക്രോസ് കണ്ടൻറ്റ് ആൻഡ് എ ലോങ്കർ ക്രഷിംഗ് സീസൺ കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയിലുള്ള, അതായത് സബ് ട്രോപ്പിക്കൽ ഷുഗർ കെയിൻ പ്രൊഡക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രോപ്പിക്കൽ ഷുഗർ കെയിന് കുറച്ചുകൂടി സൂക്രോസ് കണ്ടൻറ്റ്, പഞ്ചസാരയുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഷുഗർ കെയിൻ ഈസ് എ വെർസറ്റൈൽ ക്രോപ്പ്. ഇറ്റ്സ് പ്രോസസ്സിങ് ഈൽഡ്സ് മൊളാസസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എത്തനോൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മൊളാസസ് എടുക്കാം, ബഗേസ് ഫോർ പവർ ജനറേഷന് വേണ്ടിയിട്ടുള്ള ബഗേസ് എടുക്കാം, അതുപോലെ പ്രസ് മഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ് മഡ്, ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഒരു ചക്കാണ് പ്രസ് മഡ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള ബൈ പ്രോഡക്ട്സ്, അതായത് ഷുഗർ കെയിനെ നമ്മൾ ശരിക്കുള്ള പ്രോഡക്ട്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ട് അതിന് ശേഷം വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഐറ്റംസിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് നോക്കിയാൽ
The sugarcane supports approximately 50 million farmers and their dependents, plus a lack of workers in sugar mills. നേരിട്ട് അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ല ഷുഗർ കെയിനിൻ്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത്, പകരം ഈ ഒരു ഷുഗർ കെയിനിനെ പ്രോസസ്സ് ചെയ്യുന്നതിനായി ഇന്ത്യയിൽ നിലകൊള്ളുന്ന ഒട്ടനവധി ഫാക്ടറികളിൽ ജീവിക്കുന്ന 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം അതുകൊണ്ട് തന്നെ ഒരു 50 മില്യൺ 5 കോടി ഫാർമേഴ്സിനെയും ലാക്ക് ഓഫ് വർക്കേഴ്സ്, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികളുടെയും ജീവിതോപാധിയായിട്ട് മാറുന്നതിൻ്റെ അടിസ്ഥാന ഘടകമായി ഷുഗർ കെയിൻ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാം. മേജർ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സിനെ ഒന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പ് ഉൽപ്പാദനം നടത്തുന്ന സംസ്ഥാനം യാതൊരു സംശയമില്ല ഉത്തർപ്രദേശാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ, നിയർലി ഹാഫ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ, അല്ലേ? ടോട്ടൽ പ്രൊഡക്ഷൻ്റെ നിയർലി ഹാഫ്. മഹാരാഷ്ട്ര 2ാം സ്ഥാനത്ത്, കർണാടക 3ാം സ്ഥാനത്ത്, തമിഴ്നാടാണ് 4, ഹരിയാനയും ബീഹാറുമാണ് 5ാം സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ ജനറലി നോക്കിയാൽ ഇതിനകത്ത് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ 3 പേര് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ബെൽറ്റിലാണ് വരിക, ശരിയല്ലേ? ബീഹാർ, ഹരിയാനയും ഉത്തർപ്രദേശും നോർത്തേൺ ബെൽറ്റിലാണ് വരിക എന്നും പറയാം. അപ്പോൾ 2 ബെൽറ്റിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് ആശാന്മാരുണ്ട്. ടോട്ടലി ഉത്തർപ്രദേശും ഹരിയാനയും അതിൻ്റെ ഭാഗമായിട്ട്, നോർത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഉത്തർപ്രദേശും, അതുപോലെ ബീഹാർ, ഹരിയാനയും. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ സതേൺ ബെൽറ്റിൻ്റെ ഭാഗമായിട്ടും പറയാൻ സാധിക്കുന്നു. മനസ്സിലാക്കി? അപ്പോൾ ഓർഡർ ഓർത്തേക്കുന്ന ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്, 2ാമത് മഹാരാഷ്ട്ര, 3 കർണാടക, 4 തമിഴ്നാട്, 5 ബീഹാർ ആൻഡ് ഹരിയാന എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആരുടെ പ്രൊഡക്ഷൻ? ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷൻ. യെസ്, നമ്മളിത് ഓൾറെഡി സൂചിപ്പിച്ച ഷുഗർ കെയിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ലിസ്റ്റ് തന്നെയാണ് വീണ്ടും കണ്ടത്. ദിസ് ഇസ് ഹൗ ദ സ്റ്റേറ്റ്സ് ആർ ആക്ച്വലി ലോക്കലൈസ്ഡ്. കണ്ടോ? കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് പോർഷൻസ് പറയാം, ഗുജറാത്തിൻ്റെ കുറച്ച് പോർഷൻസ് പറയാം, ഉത്തർപ്രദേശ്, നമ്മുടെ ഹരിയാന, പിന്നെ മേഖലകൾ നമുക്ക് കാണാം, ബീഹാറിൻ്റെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഷുഗർ കെയിനിൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയിൽ എവിടേക്കാണെന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇനി ഷുഗർ കെയിനിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഷുഗർ കെയിൻ കൾട്ടിവേറ്റിനും അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്ന് ക്ലൈമറ്റ് നോക്കിയാൽ നമ്മൾ പറഞ്ഞതാണ് ട്രോപ്പിക്കൽ ടു സബ് ട്രോപ്പിക്കൽ, ഈ 2 മേഖലയിൽ 2 ബെൽറ്റായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ട്രോപ്പിക്കലിലും സബ് ട്രോപ്പിക്കലിലും ഇവൻ അത്യാവശ്യം നല്ല പോലെ വളരാൻ പറ്റും. കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രോപ്പിക്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ളതാണ് നല്ലതെന്നും വ്യക്തമാവുന്നുണ്ട്. അതായത് ട്രോപ്പിക്കൽ ടു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇവൻ നന്നായിട്ട് വളരും. വിച്ച് റിക്വയർസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, അത്യാവശ്യം ചൂടുള്ള ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ് തന്നെ ഉണ്ടെങ്കിലാണ് അഭികാമ്യമായിട്ട് വളരാൻ പറ്റുക. ഒരു 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഗ്രോത്ത് നല്ല രീതിയിൽ ഇവൻ്റെ എന്താ പറയുക പിന്നെ ഈൽഡിനെ പ്രൊമോട്ട് ചെയ്യും. എന്നാലും 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് അത് ആക്ച്വലി ഷുഗർ കെയിൻ അത്ര പ്രൊഡക്ഷന് നല്ലതല്ല എന്ന് മനസ്സിലാക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയാൽ ഷുഗർ കെയിൻ സന്തോഷവാനാണ്. 75 മുതൽ 150 സെൻറ്റിമീറ്ററിൻ്റെ മഴ ലഭ്യതയാണ് കണക്ക് കൂട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹെവിലി ഡിപ്പെൻഡൻറ്റ് ഓൺ കനാൽ ഓർ ഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ, കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകിൽ കനാൽ ഇറിഗേഷനോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ പമ്പിങ്ങോ ഒക്കെ വഴി തന്നെയാണ് ജലലഭ്യത ഷുഗർ കെയിന് വേണ്ടിയിട്ട് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരിട്ട് ഷുഗർ കെയിനിൽ നിന്നുള്ള കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നതല്ല ശരിക്കുമുള്ള ഷുഗർ കെയിൻ റിക്വയർമെൻറ്റ്സ്. കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു തണ്ടിൻ്റെ ബാക്കി ആ ഒരു ചങ്കുണ്ടല്ലോ, അതുപോലും പിന്നീട് പുനരുപയോഗിക്കാൻ തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കി ഇരിക്കാം. മുന്നോട്ട് പോകുമ്പോൾ സോയില് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ടൈപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ജനറലി ഇറ്റ് ഗ്രോസ് വെൽ ഇൻ ഓൾ ടൈപ്പ് ഓഫ് സോയിൽ ദാറ്റ് ക്യാൻ റിറ്റെയിൻ മോയ്സ്ചർ. അത്യാവശ്യം വെള്ളം വേണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏത് മണ്ണാണെങ്കിലും കാര്യമായിട്ട് ഇവന് കൾട്ടിവേഷൻ നടക്കും. ബ്ലാക്ക് സോയിലൊക്കെ ആണെങ്കിൽ ഐഡിയൽ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ്. ഷുഗർ അത്ര പെട്ടെന്ന് ഈൽഡ് തരുന്നൊരു ക്രോപ്പല്ല. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 10 to 12 months ടു ആക്ച്വലി മെച്യൂർ. ചില സാഹചര്യങ്ങളിൽ ചില ക്രോപ്സ് ഏകദേശം 18 മാസം വരെ പോകാറുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 1.5 വർഷം, ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുത്തിട്ടാണ് അപ്പോൾ ആരുടെ ഈൽഡ് സംഭവിക്കുക, ഷുഗർ കെയിന് ഈൽഡ് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ക്രോപ്പിംഗ് സീസണുള്ളൊരു ക്രോപ്പാണ് ഷുഗർ കെയിൻ എന്നതും വ്യക്തമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് കൂടെ നോക്കുകയാണെങ്കിൽ FRP, ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്, അതായത് അൺലൈക്ക് അതർ ക്രോപ്സ് ദാറ്റ് ഹാവ് MSP. എന്താണ് MSP? MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിനിമം സപ്പോർട്ട് പ്രൈസ്. അതായത് താങ്ങുവില എന്ന് പറയില്ലേ, താങ്ങുവില എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. താങ്ങുവില
അതായത് ഒരു ക്രോപ്പിന് അടിസ്ഥാനപരമായിട്ട് ഇന്ന വില നമുക്ക് കിട്ടിയിരിക്കും. ഗവൺമെൻറ് സബ്സിഡീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഉറപ്പ് വരുത്തുന്നത്, താങ്ങൂലുണ്ടെന്ന് ഉറപ്പ് വരുന്നത് ഗവൺമെൻറ്റാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അരി വാങ്ങും, അല്ല ഞാൻ അരി കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. ഓക്കെ, ഞാനൊരു നെല്ല് കൃഷി ചെയ്യുന്നൊരു കർഷകനാണ്. അപ്പം ഞാൻ നെല്ല് ഉൽപ്പാദിപ്പിച്ച് എനിക്ക് കിട്ടിയ ഉൽപ്പാദനം എത്ര തന്നെ ആയാലും ഇപ്പം ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണല്ലോ ഇതിന് പ്രൊഡക്ഷൻ നടക്കുക. അപ്പം ഞാൻ വിത്തിറക്കുന്ന സമയത്ത് അരിക്ക് നല്ല വിലയുണ്ട്, കിലോയ്ക്ക് 10 രൂപയുണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ ഒരു ഫാർമറാണ്, ഫാർമറിന് കിട്ടുന്ന വിലയാണെന്ന് ആലോചിച്ചാൽ മതി. കിലോയ്ക്ക് ഒരു 10 കിട്ടത്തില്ല, അവർക്ക് ഒരു 7 രൂപയുണ്ട് കിലോയ്ക്ക് എന്ന് കരുതുക. പക്ഷേ ഞാൻ 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുക. 5 മാസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഈ ധാന്യങ്ങളൊക്കെ വന്ന് ഞാൻ അതിനെ റെഡിയാക്കി ചാക്കിലേക്ക് നിറക്കുന്ന സമയത്ത് കിലോയ്ക്ക് അത് 2 രൂപയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 7 രൂപ കണക്ക് കൂട്ടി നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റായി കിലോയ്ക്ക് 5 രൂപയുടെ നഷ്ടം വരിക. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കും, അത്രയും വലിയ ഫ്ലക്ച്വേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ ഉറപ്പാക്കുന്നുണ്ട് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ഒരു മിനിമം ഒരു താങ്ങ് വില അവിടെ ഉണ്ട്. ഒരു മിനിമം നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ളൊരു കണക്ക് പറയുന്നുണ്ടല്ലോ. അതുപോലെ അല്ലാതെ ഷുഗർ കെയിൻ പ്രൈസസ് ആർ ഗവേൺഡ് ബൈ ദി FRP, ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. നെല്ലിനും ഗോതമ്പിനും ഒക്കെ ഈ പറയുന്ന MSP ആണ്, മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചിട്ടാണ് പൊതുവെ പറയുന്നതെങ്കിൽ ഷുഗർ കെയിന് MSP അല്ല. ഷുഗർ കെയിൻ എന്താണ്? FRP എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. FRP എന്താണ്? ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. ഷുഗർ കെയിൻ പ്രൈസസ് ആർ ഗവേൺഡ് ബൈ FRP, വിച്ച് ഇസ് ദ മിനിമം പ്രൈസ് ഷുഗർ മിൽസ് മസ്റ്റ് പേ ടു ഫാമേഴ്സ്. അതായത് ഷുഗർ മില്ലുകൾ ഫാമേഴ്സിന് ഉറപ്പായും പേ ചെയ്തിട്ടുണ്ടാകേണ്ട മിനിമം പ്രൈസിനെ സൂചിപ്പിക്കുന്ന വിലയാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്, FRP. അത് പേരിൽ തന്നെയുണ്ട്, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേറ്റീവ് പ്രൈസ് നമ്മൾ കൊടുക്കണം. കരിമ്പിൻ കർഷകർ കരിമ്പ് ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ കിലോയ്ക്ക് ഇത്ര രൂപ വീതം ഈ ഷുഗർ ഫാക്ടറീസ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഷുഗർ മില്ലുകൾ തീർച്ചയായിട്ടും ഫാമേഴ്സിന് കൊടുത്തിട്ടുണ്ടാവുക. എസെൻഷ്യലി ഇതൊരു MSP പോലെ തന്നെയാണ്. പക്ഷേ MSP ഒരു ഡിസ്ട്രിബ്യൂഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ഇവിടെ വേറൊരു പേര് പറയുന്നത് FRP എന്ന്. ഓക്കെ, അപ്പോൾ ഈ FRP ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ്, SAP. അതായത് സം സ്റ്റേറ്റ്സ് ലൈക്ക് UP ആൻഡ് പഞ്ചാബ് അനൗൺസ്ഡ് ദെയർ ഓൺ പ്രൈസസ് വിച്ച് ആർ യൂഷ്വലി ഹയർ ദാൻ ദി സെൻട്രൽ FRP. അത് സ്റ്റേറ്റ്സിൻ്റെ എന്താ പറയുക ഇൻപുട്ടാണ് കേട്ടോ, സ്റ്റേറ്റ്സിൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ നമ്മളിപ്പോൾ അത് പൊതുവെ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങുന്നതിൽ പോലും വേണമെങ്കിൽ സ്റ്റേറ്റിന് അഡീഷണൽ ആയിട്ടുള്ള സബ്സിഡീസ് തരാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തരുന്ന സബ്സിഡി ഫോർ എക്സാമ്പിൾ കിലോ 15 രൂപയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് വാങ്ങുന്ന അരി ആയിരിക്കാം, നിങ്ങൾക്ക് കിലോ 10 രൂപയ്ക്ക് തരുന്നു. അപ്പോൾ 5 രൂപ ഗവൺമെൻറ്റിന് നഷ്ടമാണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് നഷ്ടമാണ്. അപ്പോൾ ഇത് 10 രൂപയ്ക്കാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നിങ്ങളുടെ റേഷൻ കടകളിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിലെ ലെറ്റ്സ് കേരളത്തിൻ്റെ കേരള സംസ്ഥാനം ആക്ച്വലി പേ ചെയ്യേണ്ടത് 10 രൂപയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് പുറമെ അഡീഷണലി വേണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. അതായത് എനിക്കിപ്പോൾ കേരളത്തിന് വിചാരിക്കണം, സ്റ്റേറ്റ് വിചാരിക്കുവാണ് അഡീഷണലി ഒരു 2 രൂപയും കൂടി ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് കരുതി അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. സ്റ്റേറ്റ് ക്യാൻ ആക്ച്വലി ഇംപ്ലിമെൻറ്റ് മോർ ആൻഡ് മോർ ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഞാനത് 8 രൂപ 2 രൂപയും കൂടെ ഞാൻ സബ്സിഡി പ്രൊവൈഡ് ചെയ്തിട്ട് 8 രൂപയ്ക്ക് ഉപഭോക്താവിന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി അരി ലഭ്യമാക്കുകയാണ്. അപ്പോൾ എസെൻഷ്യലി 15 രൂപ കൊടുത്ത് ഗവൺമെൻറ്റുകൾ വാങ്ങിയ അരി 8 രൂപയ്ക്കാണ് കസ്റ്റമറിന് കിട്ടിയത്. അതാണ് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അരി എന്ന രീതിയിൽ പറയുന്നത്. അതാണ് സബ്സിഡി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്തതുപോലെ ഇപ്പോൾ ഈ FRP ഉണ്ടല്ലോ, ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. അപ്പോൾ അത് കേന്ദ്രം നിർണ്ണയിക്കുന്നതാണ് ഈ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. മിനിമം നിങ്ങൾ ഇത്ര രൂപ മിൽ ഓണേഴ്സ് ഷുഗർ ഫാമേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. അപ്പം മിനിമം ഇത്രയും. അപ്പോൾ ഇതിൽ കുറയരുത്, ഇതിൽ കൂടുതൽ എത്ര വേണം ആവാം, കുഴപ്പമില്ല, ഇതിൽ കുറയാതെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം എന്ന് പറയും. സോ ഇതൊരു സെൻട്രൽ വാല്യൂ ആണ്, അവർ നിർണ്ണയിക്കുന്ന ഒരു വാല്യൂ ആണ്. പക്ഷേ ഇതിന് പുറമെ ലെറ്റ്സ് സേ ഇപ്പോൾ പഞ്ചാബോ ഹരിയാന, ലെറ്റ്സ് സേ ഉത്തർപ്രദേശിനെടുത്തോ. ഇപ്പോൾ UP ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉൽപ്പാദനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ UPയിലൊക്കെ ഈ ഷുഗർ കെയിൻ ഉൽപ്പാദനം അല്ലാണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഫാർമേഴ്സിന് ഉൽപ്പാദകരെ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യകതയോടെ ഉണ്ട്. അപ്പോൾ അഡീഷണലി UP ഒരു വാല്യൂ കൂടി അതിന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഫെയർ ഓക്കെ, FRP അവിടെ ഉണ്ടാവട്ടെ, അതിന് പുറമെ ഒരു SAPയും കൂടിയുണ്ട്, അതായത് സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ്. അതായത് FRPക്ക് പുറമെ എത്ര രൂപ കൂടി അഡീഷണലി അത് ഓരോ സ്റ്റേറ്റിനും തീരുമാനിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സെൻട്രൽ തീരുമാനിക്കുന്ന 1 കിലോ 15 രൂപയ്ക്കാണ് നിങ്ങൾ കരിമ്പ് എടുക്കേണ്ടതെന്ന് കരുതുക 1 കിലോ 15 രൂപയ്ക്ക് എടുക്കണമെന്നാണ് FRP. അപ്പോൾ FRP 1 കിലോ കരിമ്പിൻ്റെ FRP നോക്കിയാൽ 15 രൂപ എന്ന് വിചാരിച്ചോ. സ്റ്റേറ്റ് ഇപ്പോൾ പഞ്ചാബ് വിചാരിക്കുവാണ് ശരി, അല്ലെങ്കിൽ ഹരിയാന വിചാരിക്കുവാണ്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് വിചാരിക്കുവാണ് പോരാ, 1 കിലോ 20 രൂപയായിരിക്കണം ഒരു മിനിമം അവർക്ക് ഫാർമേഴ്സിന് കൊടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതാണ് ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. അവരുടെ തന്നെ പ്രൈസ് അവർ പറയും ഇവിടുത്തെ ഈ സ്റ്റേറ്റിൽ ഈ എന്താ പറയുക കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് നിങ്ങൾ മില്ലുടമകൾ പിന്നെ ഈ ഷുഗർ കെയിൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് കിലോ 20 രൂപ കൊടുത്തിട്ടായിരിക്കണം. അപ്പോൾ FRP 15 ആണ്, അത് കുഴപ്പമില്ല, FRP 15 ആണ്. പക്ഷേ ഇത് സ്റ്റേറ്റിൻ്റെ റൂളാണ്, സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 20 രൂപയാണ്.
അപ്പോൾ മിനിമം 15 വേണമെന്ന് ആര് പറഞ്ഞിട്ടുള്ളൂ? സെൻട്രൽ പറഞ്ഞിട്ടുള്ളൂ. 15 കൂടുതൽ എത്ര വേണം കൊടുക്കാം, ശരിയല്ലേ? മിനിമം നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട്? 15 കൊടുക്കണം. അപ്പോൾ FRPക്ക് മുകളിൽ നിങ്ങൾക്ക് എമൗണ്ട് നിർണ്ണയിച്ച് കൊടുക്കാം. അത് സ്റ്റേറ്റിൽ നിർണ്ണയിക്കാം. അത് സ്റ്റേറ്റിൻ്റെ എന്താ പറയുക ഔചിത്യമാണ്. സ്റ്റേറ്റിന് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ UPയും പഞ്ചാബും പോലുള്ളവ അവരുടെ തന്നെ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന രീതിയിലുള്ള പ്രൈസുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന പ്രൈസിൽ സാധനങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു സൂചന. അത് രണ്ടും ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇനീഷ്യേറ്റീവാണ് രണ്ടും. പിന്നെ അതുപോലെ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം ഈ ഷുഗർ മില്ലുകൾക്കും അതുപോലെ ഈ ഷുഗർ കെയിൻ ഫാമേഴ്സിനും വളരെയധികം ബെനിഫിഷ്യൽ ആവുന്നൊരു പരിപാടിയാണ് ഈ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രത്യേകിച്ച് പെട്രോളിലും മറ്റുമൊക്കെ പെട്രോളിൽ ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളതേപ്പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. E20 പെട്രോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? E20 പണ്ട് ആദ്യം E10 പെട്രോളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പിന്നീട് E15 ഒക്കെ ആവുന്നുണ്ട്, E15 ആവുന്നുണ്ട്. E15 ആയത് പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത് E20 ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് E10, E15, E20 എന്നൊക്കെ പറഞ്ഞാൽ ദ പെർസെൻറ്റേജ് ഓഫ് എത്തനോൾ ദറ്റ് ഈസ് ബ്ലെൻഡഡ് ടുവേർഡ്സ് പെട്രോൾ. ഇപ്പോൾ ഹൈഡ്രോ കാർബൺ ഫ്യൂൽ ആയിട്ടുള്ള പെട്രോളിലേക്ക് എത്ര ശതമാനം പെട്രോൾ, എത്ര ശതമാനം എത്തനോൾ. ദിസ് ഇസ് എ ബ്ലെൻഡഡ് പെട്രോൾ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത് ബ്ലെൻഡഡ് ആണ്. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾ എന്തോ കലർത്തിയതാണ്. കലർപ്പുണ്ട് അതിനകത്ത്. കലർപ്പെന്ന് പറഞ്ഞാൽ മായം എന്നല്ല, കലർത്തിയ പ്രോഗ്രാം. എന്താ കലർത്തുന്നത്? എത്തനോൾ കലർത്തും പെട്രോളിൽ. ഇത് കലർത്തും എത്തനോളിന് നല്ല കലോറിഫിക് വാല്യൂ ഉള്ള സാധനമാണ്. നല്ലപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ എത്തനോളിൽ പറ്റും എന്നുള്ളത് കൊണ്ട് എത്തനോൾ കലർത്തും പെട്രോളിനകത്ത്. പെട്രോളിൽ എത്തനോൾ നടത്തുമ്പോൾ കൂടുതൽ പവർ കിട്ടും, കൂടുതൽ ബേണിംഗ് നടക്കും, കൂടുതൽ കലോറിഫിക് വാല്യൂ ഔട്ട്പുട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ എത്തനോൾ കൂടുന്നതനുസരിച്ച് എത്തനോൾ ഈസ് നോട്ട് പൊല്യൂട്ടിങ്. എത്തനോൾ കത്തിയ പൊല്യൂട്ടൻ്റ് അല്ല, പെട്രോൾ കത്തുമ്പോൾ അത് പൊല്യൂട്ടൻ്റ് ആണ്. അപ്പോൾ പൊല്യൂഷൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും. എത്തനോൾ കൂടുതൽ കയറുന്നതനുസരിച്ച് പൊല്യൂഷൻ്റെ അളവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട് ബെനിഫിറ്റ്. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതിൽ ആദ്യം E10 എന്ന് പറഞ്ഞാൽ മീൻസ് 90% ആണ് പെട്രോൾ, 10% എത്തനോൾ ആയിരിക്കും. അതാണ് E10 എന്ന് പറയുന്നത്. അപ്പോൾ E15 ആകുമ്പോൾ നിങ്ങൾക്ക് പിടിയിട്ട് കാണും 85% പെട്രോളും 15% എത്തനോളും. അപ്പോൾ ആരായിരിക്കും E20 എന്ന് പറയുമ്പോൾ 80% പെട്രോളും 20% ഓഫ് എത്തനോളും ബ്ലെൻഡഡ് ആയിട്ടുള്ള ഫ്യൂലിനെയാണ് നമ്മൾ E20 ഫ്യൂൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, കാലാനുസൃതമായിട്ട് ഈ എത്തനോളിൻ്റെ ബ്ലെൻഡിങ് 10 ആയിരുന്നു, 10 പിന്നെ 15 ആയി, 15 പിന്നെ 20 ആയി. അതായത് എത്തനോൾ പെർസെൻറ്റേജ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി പെട്രോൾ ഇസ് ആക്ച്വലി ഇൻക്രീസിങ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത് 20%. അതായത് നമ്മളൊരു 1 ലിറ്റർ പെട്രോൾ നമ്മുടെ പെട്രോൾ ടാങ്കിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 800 മില്ലിഗ്രാം മാത്രമായിരിക്കും പെട്രോൾ ഉണ്ടാവുക, 200 മില്ലിഗ്രാം എത്തനോൾ ആയിരിക്കും ഉണ്ടാവുക. 200 മില്ലിഗ്രാം എത്തനോൾ ആയിരിക്കും ഉണ്ടാവുക. എത്തനോൾ ബ്ലെൻഡിങ് വരുമ്പോൾ വേറൊരു ഗുണവും പറയുന്നുണ്ട്. ഈ പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പെട്രോൾ ക്രൂഡ് ഓയിലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതിനെ ഇന്ത്യയിൽ റിഫൈൻ ചെയ്തിട്ടാണ് പെട്രോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്രോൾ എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല പെട്രോളിൻ്റെ ടാക്സേഷനൊക്കെ നമുക്കറിയാം. ഇറ്റ്സ് എക്സ്പെൻസീവ്. GSTക്കകത്ത് വന്നിട്ടുള്ളതല്ല, അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്. 2, എത്തനോൾ ഓൺ ദി അതർ ഹാൻഡ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഷുഗർ കെയിൻ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ ആക്ച്വലി പ്രൊഡ്യൂസ് ഇൻഡിജിനസ്ലി. നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്തനോളിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ധാരാളം ഉണ്ട്. അപ്പോൾ എത്തനോൾ കുറച്ചുകൂടി ചീപ്പറാണ്. വില കുറവാണ്. എത്തനോൾ ചീപ്പറാണ്, വില കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എത്തനോൾ ചീപ്പറായിട്ടുള്ള എത്തനോൾ പെട്രോളിനോടൊപ്പം ബ്ലെൻഡ് ചെയ്യുന്നു. പെട്രോളിൻ്റെ എമൗണ്ട് കുറഞ്ഞ് ചീപ്പറായിട്ടുള്ള എത്തനോളിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അൾട്ടിമേറ്റ്ലി പെട്രോളിൻ്റെ വില കുറയണം. പെട്രോൾ നമ്മളിപ്പോൾ 1 ലിറ്റർ 107 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ 107.7 രൂപയ്ക്കാണ് അടിക്കുന്നതെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ്, അപ്പോൾ അതായത് ഞാൻ E10 പെട്രോളാണ് 107.7 രൂപയ്ക്ക് അടിച്ചിരുന്നത്. ഈ 107.7 രൂപ പെർ ലിറ്ററിന് അടിച്ചിരുന്നിടത്ത് ഇവിടെ 90% പെട്രോളാണ്. ഓക്കെ, ആൻഡ് 10% മാത്രമേ എത്തനോളുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ഈ 107.7 ആയത്. ഇനി ഇതേ സാഹചര്യത്തിൽ ഞാൻ ഇതിന് E20 ആക്കുമ്പോൾ ഇവിടെ 80% മാത്രമേ പെട്രോൾ ഉള്ളൂ, ബാക്കി 20% എത്തനോളാണ് വരേണ്ടത്. അപ്പോൾ എസെൻഷ്യലി എത്തനോളിൻ്റെ പെർസെൻറ്റേജ് അവിടെ കൂടി പെട്രോളിൻ്റെ പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോളിൻ്റെ പെർസെൻറ്റേജ് 90 ആയിരുന്നത് 80 കുറഞ്ഞു. അപ്പോൾ 10% പെട്രോളിൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടൊരു വില കുറവ് ആക്ച്വലി പെട്രോളിന് ഫ്യൂൽ കോസ്റ്റിനകത്ത് ആക്ച്വലി വരേണ്ടതാണ്. ഈ ഒരു ഫ്യൂൽ കോസ്റ്റിനകത്ത് ആക്ച്വലി നിലവിൽ നമ്മളത് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഫ്യൂൽ കോസ്റ്റിൽ റിഡക്ഷൻ വരേണ്ടതാണ്. അപ്പോൾ 107.7 ആയിരുന്ന പെട്രോൾ കോസ്റ്റ് ഒരു പക്ഷേ 105.7 എന്ന നിരക്കിലോ മറ്റോ ആയിരുന്നു. 2-3 രൂപയെങ്കിലും കുറഞ്ഞ് നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആ കുറവ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് ഗവൺമെൻറ് കുറേ ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിലവിലെ സാഹചര്യത്തിലേക്ക് പെട്രോളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സ്റ്റാഗ്നേറ്റ് ആയിട്ട് നിൽക്കുക, മാറ്റമില്ല.
അല്ലേ? 107 എന്നുള്ളത് 2-3 വർഷത്തിന് മുകളിലായിട്ട് അതേപോലെ നിൽക്കുക. അതിന് മുമ്പ് നമുക്കിങ്ങനെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് പെട്രോളിൻ്റെ കോസ്റ്റ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടിരുന്നു. ബട്ട് ഇപ്പോൾ സ്റ്റാഗ്നൻ്റാണ്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ കാര്യമായിട്ട് ഉണ്ടാകുന്നതിനെ ഗവൺമെൻറ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പെട്രോളിൻ്റെ വില കൂടിയ സമയത്തും പെട്രോളിൻ്റെ വില നമുക്ക് കൂടാതെ നിന്നിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇൻ റിസൾട്ട് നമ്മളിവിടെ E20 ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ പെട്രോളിൻ്റെ കോസ്റ്റ് കുറയണമായിരുന്നു. പക്ഷേ ഈ ഒരു ബാലൻസിങ് നടന്നിരുന്നത് കൊണ്ട് പെട്രോളിൻ്റെ കോസ്റ്റ് കുറയാണ്ട് സ്റ്റിൽ നമ്മൾ ആ 107 തന്നെ കൊടുത്ത് വാങ്ങുന്ന സാഹചര്യമാണ്. കാരണം ഇടയ്ക്കെപ്പോഴും കൂടേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ കൂടിയിട്ടില്ല. അന്ന് കൂടാത്ത എമൗണ്ട് ഇന്ന് ഈ ഒരു എന്താ പറയുക പെർസെൻറ്റേജ് ബ്ലെൻഡിങ്ങിൽ കുറവ് വരുമല്ലോ നമുക്ക് ശരിക്കും. അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് കൺസ്യൂം ചെയ്യുവാണ് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ആക്സെപ്റ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ബട്ട് എനി ഹൗ എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പലരും ഡിബേറ്റുകൾ യൂട്യൂബിൽ നിറങ്ങി കിടപ്പുണ്ട്. അതിനകത്ത് ഡിബേറ്റുകൾ അതിൽ ആധികാരികമായിട്ട് പറയുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. ശരിക്കും പറയാം അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് ഒക്കെ വലിയ പ്രശ്നക്കാരനൊന്നുമാണെന്ന് എനിക്കും തോന്നുന്നില്ല. എന്നിരുന്നാലും പഴയ വാഹനങ്ങളിൽ എത്തനോൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ എത്തനോളിൻ്റെ പെർസെൻറ്റേജ് ഒരു പരിധിയിൽ കൂടുതൽ സ്യൂട്ടബിൾ അല്ലാത്ത ചില വാഹനങ്ങളൊക്കെ കാണും, പണ്ടത്തെ വാഹനങ്ങളൊക്കെ. അപ്പോൾ അത്തരം വാഹനങ്ങൾ ഒരു പക്ഷേ ഇതിനോട് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് മാനുഫാക്ചറേഴ്സ് തന്നെ പറയേണ്ടതാണ്. പല വാഹന നിർമ്മാണ കമ്പനികളും എത്തനോൾ ബ്ലെൻഡിങ്ങും E20 ഫ്യൂൽ കേപ്പബിൾ ആണ് വാഹനങ്ങൾ അവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡിക്ലറേഷൻസ് ഒക്കെ പുറത്ത് തന്നിട്ടുണ്ട്. ചില വാഹന നിർമ്മാണ കമ്പനികളിൽ നിന്ന് അത് വരാനുണ്ട്. സോ നമ്മുടെ വാഹനം ഇത് ഉപയോഗിക്കുന്നതിൽ സേഫ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ വാഹന നിർമ്മാണ കമ്പനി ആരാണോ അദ്ദേഹത്തോട് മാനുഫാക്ചററോട് ചോദിച്ച് മനസ്സിലായി. അല്ലാതെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് മാത്രം വെച്ചിട്ട് നമുക്കിപ്പോൾ E20 നമ്മുടെ വണ്ടിക്ക് അടിച്ചാൽ മോശമാണ്, അല്ലെങ്കിൽ E20 ഫ്യൂൽ മോശമാണ്, അല്ലെങ്കിൽ E20 ഫ്യൂൽ മികച്ചതാണ്, ഇങ്ങനെയുള്ള രണ്ട് പെർസ്പെക്റ്റീവുകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. വ്യക്തമായൊരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പോവാം. E20 ഈസ് ജനറലി ഞാൻ പറഞ്ഞ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ. ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുക. എന്തിന് E20 കൊണ്ടുവന്നു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഈ നേട്ടം പക്ഷേ പ്രൈസിലുണ്ടായ നേട്ടം നമുക്ക് ആക്ച്വലി റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നില്ല. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക പുറത്തുനിന്ന് വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു എക്സ്പ്ലനേഷൻ അതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് എനി ഹൗ വി ക്യാൻ എക്സ്പെക്ട്. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് എന്തായാലും മാറാനൊന്നും പോകുന്നില്ല. ദിസ് ഇസ് ഹാപ്പനിങ്. സോ ഈ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം, എത്തനോൾ ബ്ലെൻഡിങ്ങോ കാറിനകത്തോ ബൈക്കിനകത്തോ നമ്മൾ എത്തനോൾ ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഈ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം എങ്ങനെ നമ്മുടെ അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ ഷുഗർ കെയിൻ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി എത്തനോൾ ഇസ് എ പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ഫ്രം ഷുഗർ കെയിൻ. അല്ലേ? ഷുഗർ കെയിനിൽ നിന്ന് തന്നെ മൊളാസസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നൊരു ഔട്ട്പുട്ടാണ്, അല്ലെങ്കിൽ ഈ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ടാണോ എത്തനോൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്തനോളിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കാര്യമായിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡിങ് നേരത്തെ 10% വേണ്ടിടത്ത് ഇപ്പോൾ 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന റിക്വയർമെൻറ്റിൻ്റെ ഇരട്ടി റിക്വയർമെൻറ്റ് ഫ്യൂവലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രം, അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, പർട്ടിക്കുലർലി പെട്രോൾ ഇൻഡസ്ട്രിയിൽ മാത്രം തന്നെ നമുക്കൊരു ഡബിളോളം അല്ലെങ്കിൽ ഏകദേശം 50% എങ്കിലും ഒരു ഇൻക്രീസ് വരുന്നുണ്ട്. ഇപ്പം നേരത്തെ E15 ആയിരുന്നു, അത് E20 ആകുമ്പോൾ ഒരു 50% എങ്കിലും ഇൻക്രീസ് നമുക്ക് അറ്റ്ലീസ്റ്റ് പ്രതീക്ഷിക്കാനുണ്ട്. സോ ഡിമാൻഡ് അവിടെ വർദ്ധിക്കുന്നത് കാണാം. ഡിമാൻഡ് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ബെറ്റർ പ്രൈസ് ഫാമേഴ്സിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ബെറ്റർ പ്രൊഡക്ഷൻ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെൻ ഇറ്റ് കംസ് ടു എന്താ പറയുക ഷുഗർ കെയിൻ ഫാമിംഗ് ഇൻഡസ്ട്രിയിൽ എത്തനോൾ ബ്ലെൻഡിങ് ആക്ച്വലി ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പോസിറ്റീവ് സൈന് ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിൽ മീൻസ് ഷുഗർ കെയിനിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമേഴ്സിന് മാത്രമല്ല, ദ മിൽ ഓണേഴ്സ്, ദ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി, ഈ പറയുന്ന മില്ലുകൾ ഓൺ ചെയ്യുന്ന കമ്പനികൾക്കും അത് ബെനിഫിറ്റ് തന്നെയാണ്. രണ്ട് കൂട്ടർക്ക് ബെനിഫിറ്റാണ്. ബോത്ത് ദ മിൽസ് ആസ് വെൽ ആസ് ദി ഫാമേഴ്സ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദിസ്. ആ ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ്. രണ്ട് കൂട്ടർക്കും ആ ബെനിഫിറ്റ്സ് കിട്ടണം എന്നുള്ളതാണ്. അല്ലാതെ അതിലേതെങ്കിലും ഒരു കൂട്ടർ മാത്രം ബെനിഫിഷ്യൽ ആയാൽ അവിടെ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ട് കൂട്ടർക്ക് ബെനിഫിറ്റ്സ് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് sugar export policy regulated by the government to ensure domestic availability and price stability. അത് ഷുഗറിൻ്റെ എക്സ്പോർട്ട് പോളിസി ഉണ്ട് നമുക്ക് കൃത്യമായിട്ട്. എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു കൃത്യമായ എക്സ്പോർട്ട് മാനദണ്ഡങ്ങളുണ്ട്. എത്രത്തോളം എക്സ്പോർട്ട് പോസിബിൾ ആണ്, ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് അത് പോസിബിൾ ആണ് എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മുടെ ഡൊമസ്റ്റിക് സപ്ലൈ, ഡൊമസ്റ്റിക് അവൈലബിലിറ്റി വേണ്ടുവോളം ഉണ്ടാവണമല്ലോ. അതായത് നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എത്തനോൾ ബ്ലെൻഡിങ് പോലുള്ള പ്രോസസ്സുകൾ പോലും ഇന്ത്യ കൊണ്ടുവരും. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഈ ഷുഗർ കെയിനിൻ്റെ തന്നെ പ്രോഡക്റ്റുകളുടെ റിക്വയർമെൻറ്റ് കൂടുന്നുണ്ട്. സോ
എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള അവൈലബിലിറ്റി കുറയരുത് എന്നാണ് സൂചിപ്പിച്ചത്, പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം എക്സ്പോർട്ട് പോളിസി നിർണ്ണയിക്കാൻ. അതായത് നമ്മുടെ നാട്ടിലുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത ശേഷം വേണം എക്സ്പോർട്ടിലേക്ക് പോകാൻ. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പോകാവുന്നല്ല, അതിനകത്തൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് വേണം എക്സ്പോർട്ട് നടത്താൻ. എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്കണോമീനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ആൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ പോസിറ്റീവ് സൈൻ വെൻ ഇറ്റ് കംസ് ടു ഷുഗർ കെയിൻ ഇൻഡസ്ട്രി എന്ന് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ്. മുന്നോട്ട് പോകാം അടുത്ത പ്രോഡക്റ്റിലേക്ക്. മൂവിങ് ഓൺ ടു ടൊബാക്കോ. അടുത്തത് ടൊബാക്കോ ആണ്, പുകയില. ഇന്ത്യ പുകയില ഉൽപ്പാദനത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിന് കാരണക്കാർ പോർച്ചുഗീസുകാരാണ്. നമ്മൾ അറിയാം, ഇന്ത്യയിലേക്ക് ആദ്യം വന്ന വിദേശീയരായിട്ട് യൂറോപ്യൻസ് ആയിട്ട് നമ്മൾ പറയുന്ന, വിദേശീയരല്ല യൂറോപ്യൻസ് ആയിട്ട് പറയുന്ന പോർച്ചുഗീസുകാരല്ലേ. പോർച്ചുഗീസ് ഒരുപാട് സംഭാവന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ടൊബാക്കോ. 1508 ടൊബാക്കോ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പോർച്ചുഗീസ് വഴിയാണ്. ഇറ്റ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ സ്മോക്കിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇൻസെക്ടിസൈഡ് ആൻഡ് പ്രൊവൈഡ്സ് ഹൈ റിട്ടേൺസ്. ശരിയല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺ തരുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ് ടൊബാക്കോ, പുകയില. പുകയില പ്രധാനമായിട്ട് നമ്മുടെ സ്മോക്കിങ്ങിന് വേണ്ടി, വിച്ച് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് എല്ലാവർക്കും അറിയാം. പുകയിപ്പിടിപ്പത് കുട്ടുനോയി ഉണ്ടാക്കും, അല്ലേ, ക്യാൻസർ വരും എന്നൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്താ പറയുക എടുത്തുകൊള്ളുക. സോ പുകയില ഉൽപ്പാദനം പൊതുവേ പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് നമുക്കറിയാവുന്ന പോലെ പലതരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പുക കത്തിച്ച് വലിക്കുന്നത്, അല്ലാതെ കഴിക്കുന്നത്, ചവച്ചരയ്ക്കുന്നത്, പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതോ എന്തൊക്കെയോ ടൈപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് പുകയില ഉൽപ്പന്നങ്ങൾ ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദോസ് ആർ ആക്ച്വലി ഇല്ലീഗൽ ആൻഡ് എന്താ പറയുക, ആ പറയുന്നത് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, NDPS ആക്ട് പ്രകാരം നിരോധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളുണ്ട്. NDPS ആക്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് എക്സൈസ് വകുപ്പിന് കീഴിൽ. അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം NDPS ആക്ട്, ആ NDPS ആക്ട് പ്രകാരം കൃത്യമായിട്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ TV-യിലൂടെ കാണാറുണ്ടല്ലോ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിന്നെ ഇന്നയാൾ അറസ്റ്റിൽ, ഇന്ന സ്വദേശി അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടറിയാറുണ്ട്. അത് ഇത് തന്നെയാണ്. അപ്പോൾ ആസ് ഓഫ് 2025-26 India maintains its position as the second largest producer and the second largest exporter of tobacco globally, trailing only China in production and Brazil in exports. തൊട്ട് പുറകിൽ ചൈന, പ്രൊഡക്ഷനിൽ ചൈനയുടെ പുറകിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബ്രസീലിൻ്റെ പുറകിലുമാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യത്തിൽ നമ്മൾ എക്സ്പോർട്ടിൽ ആസ് വെൽ as പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് ടൊബാക്കോ സംബന്ധിച്ചിട്ട് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇറ്റ് ഇസ് എ വൈറ്റൽ കൊമേഴ്ഷ്യൽ ക്രോപ്പ്, particularly for its contribution to excise revenue and foreign exchange. സ്വാഭാവികം, എക്സൈസ് റവന്യൂ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം നടത്തുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിന് സ്റ്റേറ്റ് എക്സൈസ് വകുപ്പുകൾക്ക് ഫീസുകളും മറ്റും അടയ്ക്കേണ്ടതുണ്ട്, ലൈസൻസുകൾ എടുക്കേണ്ടതുണ്ട്. അതിൻ്റേതായിട്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പിനും അതുപോലെ വിദേശത്തേക്ക് കയറ്റുമതി കാര്യമായ രീതിയിൽ ടൊബാക്കോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു റവന്യൂ സോഴ്സായിട്ടും നമ്മൾ ടൊബാക്കോനെ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്ലോബൽ റാങ്കിങ് സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. The country accounts for approximately 9% of the total world's tobacco production. രാജ്യത്തെ ലോകത്തിലെ മൊത്തം ടൊബാക്കോ പ്രൊഡക്ഷൻ ഏകദേശം 9% ടൊബാക്കോ പുകയില ഉൽപ്പാദനം ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു. The industry supports nearly 36 million, 3.6 കോടി ജനങ്ങളുടെ എന്താ പറയുക നിലനിൽപ്പാണ് ടൊബാക്കോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ. ഫിസിക്കൽ ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇമ്പോർട്ടൻസ്, ഇറ്റ് ഇസ് എ മേജർ സോഴ്സ് ഓഫ് എക്സൈസ് റവന്യൂ ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു. വിത്ത് ആൻ ആനുവൽ എക്സ്പോർട്ട് വാല്യൂ അറ്റ് അപ്രോക്സിമേറ്റ്ലി $1.9 ബില്യൺ, $1.9 ബില്യൺ എങ്കിലും വിദേശ നാണ്യ ശേഖരം കൊണ്ടുവരുന്നുണ്ട് ആനുവലി ടൊബാക്കോയുടെ എക്സ്പോർട്ട് എന്നാണ് പറയുന്നത്. ചെറുതല്ല, കാര്യമായ ഒരു പ്രൊഡക്ഷൻ തന്നെയുണ്ട്. ഇനി പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ മേജർ ടൊബാക്കോ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഏകദേശം 45% പ്രൊഡക്ഷൻ നടക്കുന്നത് ഗുജറാത്തിലാണ്, 2 ആന്ധ്രാപ്രദേശിലാണ്, 3 കർണാടക, 4 ഉത്തർപ്രദേശ്. പലതരത്തിലുള്ള വെറൈറ്റികളുടെ പേര് കൂടി എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വായിച്ചിരുന്നാൽ മതി, കൂടുതൽ ഡെപ്തിലേക്ക് പോയി മനസ്സിലാക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ടൊബാക്കോ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്ത്, 2 ആന്ധ്ര, 3 കർണാടക, 4 ഉത്തർപ്രദേശ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ദിസ് ഞാൻ എപ്പോഴും പറയുന്നു, ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അടുത്തത് ജിയോഗ്രഫിക്കൽ ആൻഡ് കൾട്ടിവേഷണൽ റിക്വയർമെൻറ്റ്സ്. അഗെയിൻ ടൊബാക്കോയുടെ ഉൽപ്പാദനത്തിന് അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ കൂടി നോക്കുകയാണ് ജിയോഗ്രഫിക്കലി. ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് രണ്ടും അനുയോജ്യമാണ്. വാമായിട്ടുള്ളൊരു ഡ്രൈ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ ഒരു 20 to 27 ഡിഗ്രി സെൽഷ്യസ്. തണുപ്പ് അത്ര കണ്ട് അഭികാമ്യമല്ല ഇവന്മാർക്ക് കേട്ടോ. അത്ര തണുത്ത് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് ഇസ് നോട്ട് ആക്ച്വലി ഗുഡ് ഫോർ ദീസ് ടൊബാക്കോ പ്ലാന്റ്സ്. ടൊബാക്കോയുടെ ലീഫാണല്ലോ, പുകയില എന്നാണ് നമ്മൾ പറയുന്നത്. ഇലയാണ് നമ്മൾ ഈ പുകയിലേക്കായി ഉപയോഗിക്കുന്നത്, ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇലയൊക്കെ ചുരുണ്ടുപോവുകയും ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യും, ഒരുപാട് അങ്ങ് ഫ്രോസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഫ്രോസ്റ്റിനോട്
റെസിസ്റ്റൻ്റ് അല്ല ഈവൻ എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ റെയിൻഫോൾ റിക്വയർമെൻറ്റ് നോക്കിയാൽ മോഡറേറ്റ് മതി. ഒരു 50 to 100 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു റെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ഹെവി റെയിൻഫോൾ വന്നാലും പ്രശ്നമാണ്. ആസ് ഇറ്റ് ലീച്ചസ് നിക്കോട്ടിൻ ആൻഡ് റെഡ്യൂസ് ലീഫ് ക്വാളിറ്റി. ലീഫിൻ്റെ ക്വാളിറ്റി പോകും. കാരണം ഒരുപാട് മഴയായി കഴിഞ്ഞാൽ ലീഫിൽ നിന്നുള്ള നിക്കോട്ടിൻ കണ്ടൻറ്റിനെ പതുക്കെ കുറേശ്ശെ വാഷ് ഔട്ട് ചെയ്ത് ലീഫിൻ്റെ ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ കാട്ടി കയറി ഇഷ്ടംപോലെ ഈ ടൊബാക്കോ തേയിലേനെ ഈ ഇല മുഴുവൻ പറിച്ചെടുത്ത് ഒരു പെട്ടിക്കകത്താക്കി എക്സ്പോർട്ട് ചെയ്യില്ല. ഇതിനൊക്കെ കുറേ ക്വാളിറ്റി കണ്ടന്റ് ഉണ്ട്, കുറേ ക്വാളിറ്റി മാനദണ്ഡങ്ങളുണ്ട്. നിക്കോട്ടിൻ ലബോറട്ടറി പർപ്പസുകൾക്ക് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. നിക്കോട്ടിൻ്റെ ലബോറട്ടറി പർപ്പസുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ പറയുക, ലഹരി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ പുകയിലയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നിക്കോട്ടിൻ്റെ പെർസെൻറ്റേജിനൊക്കെ ചില കണക്കുകളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. അത് നിറവേറ്റാൻ പറ്റണം, എങ്കിലാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്ലൈമറ്റിക് കണ്ടീഷനിൽ മറ്റേത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് പോലെയുള്ളൊരു ശ്രദ്ധ ഇവനും കൊടുക്കേണ്ടതുണ്ട്. നമ്മളത് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇത് ടൊബാക്കോ FCB നമ്മൾ പറഞ്ഞൊരു കാറ്റഗറിയാണ്. ടൊബാക്കോ റിക്വയർസ് ലൈറ്റ് സാൻഡി ലോ. ബിന്ദി ആൻഡ് ചൂയിങ് ടൊബാക്കോ ക്യാൻ ഗ്രോ ഇൻ ഹെവിയർ ലോമി സോയിൽ. ബിന്ദി അല്ലെങ്കിൽ ചൂയിങ് ടൊബാക്കോ, നമ്മൾ പുകയില ചവയ്ക്കുന്നതിൻ്റെ പുകയിലേക്ക് നോക്കുന്ന വേറെ ഹെവിയർ ആയിട്ടുള്ള ലോമി സോയിലുകളാണെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഇൻക്ലൂഡ് ടോപ്പിംഗ്, റിമൂവിങ് ദ ഫ്ലവർ ആൻഡ് ഡീസക്കറിങ്, റിമൂവിങ് സൈഡ് ഷൂട്ട് ടു ഇംപ്രൂവ് ലീഫ് തിക്നെസ്. അതായത് ഈ വളം നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്ന ന്യൂട്രിയൻസ് പരമാവധി പുഷ്പത്തിലേക്കോ മറ്റ് എന്താ പറയുക ഈ സ്റ്റെമ്മിലേക്കൊക്കെ പോകുന്ന പരമാവധി ഒഴിവാക്കി ലീഫാണല്ലോ നമ്മൾ ഇതിനകത്തുനിന്ന് ഏറ്റവും ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനം. അപ്പോൾ ലീഫ് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ടോപ്പിംഗ് എന്നും ഡീസക്കറിങ് എന്നൊക്കെ പറയുന്ന 2 ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ടോപ്പിംഗ് ഫ്ലവർ റിമൂവ് ചെയ്യുക, ഡീസക്കറിങ് ഈ സൈഡിലുള്ള ഷൂട്ട് നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ തിക്നെസ് ഒക്കെ കുറയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. പൾസസ്. ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ലാർജസ്റ്റ് കൺസ്യൂമർ ആൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് പൾസസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതും പൾസസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രോട്ടീൻ പവർ ഹൗസ് നമ്മൾ പറയില്ലേ, കടല പയർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, അത് ഇന്ത്യയാണ് ഏറ്റവും വലുത്. Pulses are the primary source of protein for a majority of the Indian population and play a critical role in sustaining agriculture. പൊതുവെ പുറത്ത് വിദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ പലയിടങ്ങളിലും പോയാൽ ഇന്ത്യൻസ് പൊതുവെ അല്ലെങ്കിൽ അഗ്രികൾച്ചറല്ലോ ഇന്ത്യൻസ് ആർ പർട്ടിക്കുലർലി കൺസിഡേർഡ് ടു ബി ആസ് വെജിറ്റേറിയൻസ്. ഇപ്പോൾ ഇന്ത്യൻസ് പൊതുവെ വെജിറ്റേറിയൻസ് ആണെന്നുള്ളൊരു ധാരണയൊക്കെ പലപ്പോഴും പലയിടങ്ങളിലുണ്ട്. നമ്മളങ്ങനെ അധികം മീറ്റ് കഴിക്കുന്നവരല്ലാന്നൊന്നും അല്ല. ഇപ്പോൾ മീറ്റിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം നല്ല തോതിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും കരുതുന്നത് നമ്മൾ വെജിറ്റേറിയൻസ് ആണെന്നാണ്. അതിൽ വെജിറ്റേറിയൻസ് ഒരു പരിധി വരെ ഉണ്ട് താനും. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബ്രാഹ്മൺ ഫാമിലീസ് ഒക്കെ ഉണ്ട്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ചൂസ് ചെയ്ത് വെജിറ്റേറിയൻസ് ആയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ പോലെ ഇനി മുതൽ വെജിറ്റേറിയൻ ആകുന്നു എന്ന് ചൂസ് ചെയ്തിട്ട് വെജിറ്റേറിയൻസ് ആയിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വെജിറ്റേറിയൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൾസസ് തന്നെ. അല്ലാത്തവരുടെയും പ്രോട്ടീൻ സോഴ്സായിട്ട് പൾസസ് വരും. ഞാൻ പറയാം, അവർക്ക് പ്രത്യേകിച്ച് മീറ്റിൽ നിന്നുള്ള പ്രോട്ടീൻ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇറച്ചി കഴിച്ചാലേ പ്രോട്ടീൻ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കിട്ടും, അത് വേറെ കാര്യം. ഇന്ത്യ അക്കൗണ്ട് ഫോർ അപ്രോക്സിമേറ്റ്ലി 25% ഓഫ് ദി ഗ്ലോബൽ പൾസസ് പ്രൊഡക്ഷൻ. അതായത് ഈ പറയുന്ന പൾസസ് എന്ന കാറ്റഗറിയിലെ ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 25% ഗ്ലോബൽ ആവറേജിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Pulses occupy about 20% of the area under food grain but contribute only 7 to 10% of the total food grain production. അതായത് ഇന്ത്യയിൽ ഏകദേശം 20% ഏരിയയിൽ ഫുഡ് ഗ്രെയിൻ പൾസസ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏകദേശം 7 മുതൽ 10% പ്രൊഡക്ഷനിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 25% ഗ്ലോബൽ പ്രൊഡക്ഷനാണ്, അത് മാറ്റി വെക്കുക. ഇന്ത്യയിൽ ഏകദേശം 20% ഏരിയ പൾസസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 7 മുതൽ 10% വരെയുള്ള പ്രൊഡക്ഷൻ മാത്രമാണ് ഇന്ത്യക്കുള്ളിൽ കാണാൻ പറ്റുക, താരതമ്യേന അതിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. Pulses are leguminous crops, meaning they have a unique ability to fix atmospheric nitrogen into the soil through their root nodules, reducing the need for chemical fertilizers. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. എന്ത് പറയും മക്കളെ? നൈട്രജൻ ഫിക്സേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നൈട്രജൻ ഫിക്സേഷൻ. ഇപ്പോൾ റൂട്ടുകൾക്ക് വേണ്ട നൈട്രജൻ റിക്വയർമെൻറ്റ്സ് അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ ഗ്യാസിനെ അബ്സോർബ് ചെയ്ത് ഫിക്സ് ചെയ്ത് റൂട്ടിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റി റൂട്ടുകൾക്ക് അബ്സോർബ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റുകളെയാണ് ലെഗൂമിനസ് ക്രോപ്പ് അല്ലെങ്കിൽ ലെഗൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയാം. അത് ചില റൂട്ടുകൾക്ക്, ചില പ്ലാന്റ്സിൻ്റെ റൂട്ടിനുള്ളൊരു കേപ്പബിലിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേപ്പബിലിറ്റി ഉള്ള ക്രോപ്പുകളാണ് പൊതുവേ പൾസസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ എനിക്ക് നൈട്രജൻ റിക്വയർമെൻറ്റ് അഡീഷണൽ ഫെർട്ടിലൈസറിൻ്റെ ഇൻപുട്ടോട് കൂടി എനിക്ക് മണ്ണിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകത വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സോയിൽ, അതായത് കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ അഡീഷൻ എനിക്ക് പരമാവധി എന്ത് ചെയ്യാതെ മിനിമലൈസ് ചെയ്യാം.
അല്ലേ മിനിമം ആക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് സോയിൽ ഹെൽത്ത് താരതമ്യേന മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഈവൻ സോയിലിൽ നൈട്രജൻ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ പോലും അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്ത നേച്ചർ ഓഫ് ക്രോപ്പ്, ദേ ആർ ലാർജ്ലി റെയിൻ ഫെഡ്. അതായത് only 20% of area is actually irrigated, so most of the areas are actually rain fed and are often grown as catch crops or in mixed cropping systems. കൂടുതലും പല ഇടവിളയായിട്ടും മറ്റുമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കാണാൻ പറ്റും. റെയിൻ ഫെഡ് ആയിട്ടുള്ള ഏരിയകൾ തന്നെയാണ് കാര്യമായിട്ട് ഈ പറയുന്ന പൾസസിൻ്റെ കൾട്ടിവേഷൻ കാണാൻ സാധിക്കുക. ഇന്ത്യ ഗ്രോസ് എ വൈഡ് വെറൈറ്റി ഓഫ് പൾസസ് അക്രോസ് ബോത്ത് ഖാരിഫ് ആൻഡ് റാബി സീസൺസ്. 2 സീസണുകളായിട്ടും ഇഷ്ടംപോലെ ക്രോപ്പുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റാബി ക്രോപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാനൊക്കെയാണ് മേജർ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്. നമ്മുടെ അർഹാർ അല്ലെങ്കിൽ തുറന്ന് പറയുന്നത് ഖാരിഫ് ക്രോപ്പാണ്. മഹാരാഷ്ട്ര, കർണാടക, UP. പിന്നെ ഉറാഡ്, അതുപോലെ മൂങ്ങ്, ദാലൊക്കെ വരുന്നില്ലേ നമ്മൾ, അതൊക്കെ ഖാരിഫും സെയ്തുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്. അതുപോലെ ലെൻറ്റിൽ റാബി ക്രോപ്പാണ് UP, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്റ്റേറ്റിൻ്റെ പ്രൊഡക്ഷൻ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ജിയോഗ്രഫിക്കൽ റിക്വയർമെൻറ്റ്സും ക്ലൈമറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് റിക്വയർസ് എ കൂൾ ആൻഡ് എന്താ പറയുക ഗ്രോയിങ് പീരീഡ് ആൻഡ് എ വാം വെതർ ഡ്യൂറിങ് മെച്യൂരിറ്റി സമയത്ത് ഒരു വാം വെതറും ഫ്രൂട്ട്സിനെയൊക്കെ പോലെയാണ് ഏറെക്കുറെ. അത് ഗ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടുന്ന സമയത്ത് അല്പം കൂൾ വെതർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് മെച്യൂർ ആവുന്ന നേരത്ത് ഒരു വാംത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെയാണ് ഇവരുടെയും കാര്യത്തിൽ. ടെമ്പറേച്ചർ ഒരു 20 to 27 degrees Celsius ഐഡിയലാണ്. മോഡറേറ്റ് റെയിൻഫോൾ ഒരു 25 to 60 centimeters കിട്ടുക. പൾസസ് കനോട്ട് ടോളറേറ്റ് വാട്ടർ ലോഗിങ് ഓർ ഹെവി റെയിൻസ് ഡ്യൂറിങ് ഫ്ലവറിങ് സ്റ്റേജ്. പ്രത്യേകിച്ച് ഈ ചെടികൾ പുഷ്പിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച്. അല്ലെങ്കിലും വാട്ടർ ലോഗിങ് ഈ പറയുന്ന ക്രോപ്സ് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം അതീവ ഗുരുതരമായിട്ട് മഴ പെയ്താൽ, നല്ലപോലെ വെള്ളം റൂട്ടിൻ്റെ താഴെ കെട്ടി നിൽക്കുന്ന രീതിയിൽ മഴ പെയ്താൽ അത് പ്ലാന്റ്സ് നശിക്കുന്നതിന് കാരണമാകും. ദേ ത്രൈവ് ഇൻ വെൽ ഡ്രെയിൻഡ് സോയിൽസ്. ഗ്രാമീൺ പെർട്ടിക്കുലർലി ഗ്രോസ് വെൽ ഇൻ ബ്ലാക്ക് കോട്ടൺ സോയിൽ ആൻഡ് സെൻട്രൽ ഇന്ത്യയിലെ ബ്ലാക്ക് കോട്ടൺ സോയിൽ, നമ്മുടെ മഹാരാഷ്ട്ര റീജിയനിലേക്കുള്ള ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ നല്ലപോലെ ത്രൈവ് ചെയ്ത് വളരുന്നത് കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഒന്ന്, നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഫോർ പൾസസ് ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ത്രൂ ആൻ ഏരിയ എക്സ്പാൻഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഭക്ഷ്യസുരക്ഷാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പൾസസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഏരിയ എക്സ്പാൻഷൻ്റെയും പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റിനും ഉള്ളൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. PM ആശ. എന്താണ് PM ആശ? എൻഷുവേഴ്സ് പ്രൈസ് സപ്പോർട്ട് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ടു പ്രൊട്ടക്ട് ഫാമേഴ്സ് ഫ്രം പ്രൈസ് ക്രാഷസ്. അതായത് പൾസസിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വില ഇടിവുകളിൽ നിന്ന് ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പൾസസ് കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പിന്നെ പ്രൊജക്റ്റിൻ്റെ പേരാണ് PM ആശ എന്ന് പറയുന്നത്. PM ആശ. അതൊക്കെ ചോദിക്കാവുന്ന പ്രൊജക്റ്റുകളാട്ടോ. അതുപോലെ ബഫർ സ്റ്റോക്കിങ്. ദി ഗവൺമെൻറ് മെയിൻറ്റെയിൻസ് എ ബഫർ സ്റ്റോക്ക് ഫോർ പൾസസ് മാനേജ്ഡ് ബൈ NAFED. യെസ് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, മാനേജ്ഡ് ബൈ NAFED ടു സ്റ്റെബിലൈസ് മാർക്കറ്റ് പ്രൈസസ് ആൻഡ് എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. അതായത് ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അധികം സ്റ്റോക്ക് ചെയ്യും നമ്മൾ പറയാറില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും പയറും മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിയാൽ കുറച്ച് ഒരു മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ വേണമെങ്കിലും വാങ്ങി വെക്കാൻ പറ്റും. അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യൽ ഗവൺമെൻറ് ചെയ്യലുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അതിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായാൽ, പ്രൊഡക്ഷൻ കണ്ടീഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ബഫർ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട്. അതൊരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവാണ്. അതുപോലെ ടാർഗറ്റിംഗ് റൈസ് ഫാലോ ഏരിയാസ്. A recent push to grow pulses in the eastern states, Odisha, Chhattisgarh, using the moisture left in the field after the rice harvest. അതാണ് റൈസ് ഫാലോ ഏരിയസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു കൃഷി എന്ന് പറയുന്നത്. അതായത് ഈ ഒഡീഷ, ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിൽ, ഈസ്റ്റേൺ സൈഡിൽ വരുന്ന പ്രദേശങ്ങളിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷമുള്ള പാടത്തിൽ ഈ പറയുന്ന പിന്നെ പൾസസിൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റിംഗ് റൈസ് ഫാലോ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണതും ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ പൾസസിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ രാജസ്ഥാൻ, രണ്ടാമത് മധ്യപ്രദേശ്, 3 മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക ഒരു രീതിയിലാണ് പ്രൊഡക്ഷൻ കാണുന്നത്. അതിന് എത്ര ടൺസിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലാഗ് ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ വായിച്ചു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ആ ഒരു സ്റ്റേറ്റ്സിൻ്റെ ലിസ്റ്റ്. ഓക്കെ, റൈറ്റ്. പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് തേയില. ബ്രിട്ടീഷുകാരാണ് തേയില ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് ചൈനയാണ്. പലപ്പോഴും പറയാറുണ്ടല്ലേ, ആരോ ഈ പറയുന്ന ഇല ആരുടെയോ ചായയിലേക്ക് വന്ന് തിളച്ച വെള്ളത്തിലേക്ക് വന്ന് വീണപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നി, പിന്നെ അത് കൾട്ടിവേറ്റ് ചെയ്തു കണ്ടെത്തി, അങ്ങനെ വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവാവും ചൈനയാണ് അതിൻ്റെ ബർത്ത് പ്രൈസ് നമുക്കറിയാം. ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടീ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാലും ചൈന തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്.
അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ടീയും ഇന്ത്യയാണ്. അത് മാത്രമല്ല, ടീക്ക് മറ്റൊരു പ്രത്യേകത കൂടി. ടീ എന്ന പാനീയം, ടീ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ ആണ് ഉദ്ദേശിക്കുന്നത്, മിൽക്ക് പാൽ ചായ അല്ല. ടീ എന്ന് പറയുമ്പോൾ ശരിക്കും ബ്ലാക്ക് ടീ ആണ്, ഈ തേയില ഇട്ട വെള്ളം, അതാണ് ടീ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ കൺസ്യൂം ചെയ്യുന്ന രണ്ടാമത്തെ ബിവറേജ് എന്ന് പറയുന്നത് ടീ. ആദ്യത്തത് വെള്ളമാണ്, പച്ചവെള്ളം, നമ്മുടെ സാധാരണ പോർട്ടബിൾ വാട്ടർ. നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ബിവറേജ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ബിവറേജ് നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, സാധാരണ വെള്ളം, പച്ചവെള്ളം. അത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ബെവറേജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വേറെ പലതിൻ്റെയും പേര് പറഞ്ഞേക്കും. അതൊന്നുമല്ല, ടീ, തേയിലയാണ്. ടീ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ, രണ്ടാമത് ഏറ്റവും കൂടുതലായി ലോകത്തിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ബിവറേജ് എന്ന് പറയുന്നത് ചായയാണ്. മനസ്സിലാക്കിയിരിക്കുക. അത് ലോകത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. ആസ് എ ലേബർ ഇൻറ്റൻസീവ് പ്ലാന്റേഷൻ ക്രോപ്പ്, ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ എക്കണോമി ഓഫ് ദി നോർത്ത് ഈസ്റ്റ് ആൻഡ് ദ സൗത്ത് ഇന്ത്യൻ ഹിൽസ്. ഇത് പർട്ടിക്കുലർലി കൾട്ടിവേറ്റ് ചെയ്തിരുന്ന റീജിയൻസ് നോക്കിയാൽ നമുക്കറിയാം. ഒന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്, ആസാം പോലുള്ള മേഖലകളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നുള്ളത് ദക്ഷിണേന്ത്യയാണ്, കർണാടക, കേരള, തമിഴ്നാട് പോലുള്ള മേഖലകളിൽ കാര്യമായിട്ടുള്ള കൾട്ടിവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലകളിൽ ഇത് മെക്കനൈസ്ഡ് ആയിട്ടുള്ളൊരു അധികം, അതായത് ഇതിൻ്റെ കൃഷി അത്യാവശ്യം മെക്കനൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പരിധി വരെ മെക്കനൈസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോസസ്സിങ് ഓക്കെ, മെക്കനൈസ് ചെയ്യാൻ നമുക്ക് ഫാക്ടറികളിലൂടെ തന്നെയാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും കൃഷി, പ്ലക്കിംഗ് ഓഫ് ടീനെ പ്ലക്ക് ചെയ്യണം. തളിർ ഇലകൾ നോക്കി പ്ലക്ക് ചെയ്തെടുത്തിട്ടാണ് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ തളിരില നോക്കി പ്ലക്ക് ചെയ്തെടുക്കുന്നത് കൂടുതലും ഹ്യൂമൻസ് തന്നെ ആയതുകൊണ്ട് ദിസ് ഇസ് എ ഹ്യൂമൻ ഇൻറ്റൻസീവ് ഫാമിംഗ് പ്രാക്ടീസ്. ഇതൊരു ഹ്യൂമൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, മനുഷ്യർ ഒരുപാട് ഇടപെടേണ്ടി വരുന്നൊരു ഫാമിംഗ് പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈ പറയുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ട് ലയങ്ങൾ കാണാൻ സാധിക്കുന്നതും അവിടെയൊക്കെ ഒരുപാട് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. ഗ്ലോബൽ സ്റ്റാൻഡിംഗ്, ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 20% ഓഫ് ദി ഗ്ലോബൽ ടീ പ്രൊഡക്ഷൻ. ആൻഡ് എക്സ്പോർട്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ വൈൽ ഇന്ത്യ ഇസ് ദി മേജർ പ്രൊഡ്യൂസർ, ഇറ്റ് എക്സ്പോർട്സ് ഓൺലി 20% ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് ബിക്കോസ് ഡൊമസ്റ്റിക് കൺസംപ്ഷൻ ഈസ് എക്സെപ്ഷണലി ഹൈ. പിടിയിട്ടുന്നുണ്ടോ? ഇന്ത്യയിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ഇന്ത്യ. 20% ടോട്ടൽ ടീ പ്രൊഡക്ഷൻ ഇൻ ദ വേൾഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യ. 100 കിലോ ആണ് മൊത്തത്തിൽ ലോകത്ത് മുഴുവനായിട്ട് തേയില ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ അതിൽ 20 കിലോ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. എന്നിട്ടും എക്സ്പോർട്ട് നോക്കിയാൽ ആകെ 20% ഉള്ളൂ. എക്സ്പോർട്ട് എത്രയേ ഉള്ളൂ? 20%. വൈ? ബിക്കോസ് ഇവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ തന്നെ തികയുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. ഡൊമസ്റ്റിക് കൺസപ്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് ടീയുടെ എക്സ്പോർട്ട് താരതമ്യേന കുറവായിട്ട് നിൽക്കുന്നു, ഒരു 20% നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇന്ത്യ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ 3 ഡിസ്റ്റിങ്ക്ട് ജിയോഗ്രഫിക്കൽ വെറൈറ്റീസ്. ഒന്ന് ഡാർജിലിംഗ്, ഫസ്റ്റ് GI ടാഗ് കിട്ടുന്ന ടീ ആണ് ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത്. 2 അസം ടീ, 3 നീലഗിരി ടീ. അത് നമ്മുടെയൊക്കെ ഭാഗത്ത് കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുക, കർണാടകത്തിൻ്റെയൊക്കെ ഭാഗത്ത് നീലഗിരി ടീ ആണ്. പിന്നുള്ളത് അസം ടീ ആണ്, പിന്നുള്ളത് ഡാർജിലിംഗ്. അപ്പോൾ ഡാർജിലിംഗ്, അസം ആൻഡ് നീലഗിരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി ലേബർ ഇൻറ്റൻസീവ്. നമ്മൾ പറഞ്ഞു 1 മില്യൺ ആൾക്കാർ, 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെങ്കിലും ഡയറക്ട്ലി ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ടാകും. അതിൽ മെജോറിറ്റിയും വിമൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ടീ പ്ലക്കിങ്ങിന് പോകുന്ന ഒട്ടുമുക്കാൽ പേരും സ്ത്രീകളായിരിക്കും. അപ്പോൾ സ്ത്രീകളുടെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു സ്വയം തൊഴിലല്ല, ഒരു നിലനിൽപ്പിന്, അവരുടെ ഒരു എന്താ പറയുക, ഒരു സെൽഫ് സ്റ്റാൻഡിങ്, ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രാക്ടീസിൽ ഒന്ന് ടീ കൾട്ടിവേഷൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ബാക്കി ലാൻഡ് മേക്കിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പുരുഷന്മാർ ഇൻവോൾവ് ആണെങ്കിൽ പോലും ടീ പ്ലക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രാഥമികമായും ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ടിരിക്കുന്ന ചിത്രങ്ങളിലൊക്കെയും അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ടീ പ്രൊഡ്യൂസിങ് റീജിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം അത് അസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബംഗാളൊക്കെ പറയാം, ഡാർജിലിംഗ്, ദ്വാർസ് റീജിയൻസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് പറയാം. സൗത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്, കേരളം, കർണാടകയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള മലയോര മേഖലകളിലും കാംഗ്രാ ടീ എന്ന് പറയുന്നൊരു നീഷ്, അല്ലെങ്കിൽ എന്ന് പറയുന്നൊരു വെറൈറ്റി കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനും GI സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്, കാംഗ്രാ ടീ. അപ്പോൾ അത് എവിടുത്തെയാണ്? ഹിമാചൽ പ്രദേശിലെയാണെന്ന് മനസ്സിലാക്കുക. ഹിമാചൽ പ്രദേശിലെയാണ് കാംഗ്രാ ടീ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു GI ടാഗ് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്, കേരളം, കർണാടക പോലുള്ള ഇടങ്ങളിൽ എന്താ വരുന്നത്? നമ്മൾ പറഞ്ഞു നീലഗിരി ടീ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത്യാവശ്യം ഡാർക്ക്നെസ് ഉള്ള, കടുപ്പമുള്ള ചായയാണ് ഈ ഒരു നീലഗിരി ടീ എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അസം ടീ എന്ന് പറയുന്നതും. സ്ട്രോങ് ആയിട്ടുള്ളൊരു, ഹാർഡായിട്ടുള്ളൊരു തിക്ക് ബേസ് തന്നെ തേയിലയുമായി ബന്ധപ്പെട്ട് അസമിൽ നിന്നായാലും കിട്ടും എന്നുള്ളതാണ്. ചെറിയ ഡിഫറൻസസ് ആണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ടീ ടേസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, തേയില ശരിക്കും കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് തേയിലയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് തിരിച്ചറിയാനും മറ്റും പറ്റിയേക്കും. യെസ്, പ്രൊഡക്ഷൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം 51% ഓഫ് ദി ടോട്ടൽ ടീ പ്രൊഡക്ഷൻ കംസ് ഫ്രം അസം ഇറ്റ് സെൽഫ്. സെക്കൻഡ് ലാർജസ്റ്റ് വെസ്റ്റ് ബംഗാളാണ്. പിന്നെ വരുന്നത് തമിഴ്നാടാണ്. ദെൻ കംസ് കേരള, 6% കേരള കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ കർണാടക ഒരു 0.56%. മറ്റെല്ലാ സംസ്ഥാനങ്ങളും, ഹിമാചൽ, ഉത്തരാഖണ്ഡൊക്കെ എല്ലാം കൂടെ ചേർത്തൊരു 2% ആണ് വരിക. സോ ദ മേജർ പ്രൊഡ്യൂസർ ഇസ് അസം ഇറ്റ് സെൽഫ്. സിംഗിൾ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അസം. 2 വെസ്റ്റ് ബംഗാൾ, 3 തമിഴ്നാട്, 4 കേരള. അപ്പോൾ 4ാം സ്ഥാനത്ത് കേരളം ഉണ്ട് കേട്ടോ തേയില പ്രൊഡക്ഷൻ കാര്യത്തിൽ. നമുക്ക് ആകെ കുറച്ച് വെസ്റ്റേൺ ഘട്ട് റീജിയൻസ് ഉണ്ട്, മൂന്നാർ, വയനാട് പോലുള്ള മേഖല. നമ്മൾ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ മുഴുവൻ തേയില കാണാറുണ്ട്.
അതുകൊണ്ടാണിത് ബ്രിട്ടീഷുകാരായിട്ട് തുടങ്ങി വെച്ച പരിപാടിയാണ്. നമ്മളായിട്ടല്ല ഇവിടെ തേയില കൃഷി തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് തേയില ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പോലും. അവർ കേരളത്തിലേക്ക് വന്ന മലബാർ മേഖലയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ പോലും കാര്യമായ രീതിയിൽ ഇവിടെ വരുന്ന കാട്ടുപ്രദേശങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിച്ചൊക്കെ അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിച്ച് കളഞ്ഞിട്ട് അവിടെ ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ നട്ടുപിടിപ്പിച്ച സാഹചര്യമാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂവേഷൻ നമ്മൾ ഇന്നും ഉപയോഗിച്ച് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ടൊന്നും ഇല്ല. അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ടീ അല്ലെങ്കിൽ ടീ പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജിയോഗ്രഫിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കിയാൽ ക്ലൈമറ്റ് ഒരു ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടൊന്നും വേണ്ട, താരതമ്യേന കുറഞ്ഞ ചൂടൊക്കെയാണ് ഇവന് ശരിക്കും നല്ലത്. റിക്വയർസ് എ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്, ചെറിയൊരു ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവന് നല്ലത്. ഐഡിയൽ റേഞ്ചസ് അബൌട്ട് 20 to 30 degrees Celsius, ടെമ്പറേച്ചർ എബവ് 30 ആൻഡ് ബിലോ 10 ഡാമേജസ് ദ ബുഷ്. ഈ പറയുന്ന കുറ്റിച്ചെടികളെ, തേയില ചെടികളെ നശിപ്പിക്കും. 30 കൂടുതൽ 35 കൂടുതൽ പോയാലും 10 താഴെ വന്നാലും നശിപ്പിക്കുന്നുള്ളതാണ്. ഒരു 150 മുതൽ 300 സെൻറ്റിമീറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടണം. അതുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ പർട്ടിക്കുലർലി പറയാൻ പറ്റിയ നല്ല പോലെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവന് നല്ലത് എന്നുള്ളതാണ്. ടോപ്പോഗ്രഫി വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. സ്റ്റാഗ്നൻറ്റ് വാട്ടർ പറ്റത്തില്ല, അതായത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫെയ്റ്റൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ എപ്പോഴും തേയില തട്ടായിരിക്കുന്ന ചെരുവുകളിൽ കൾട്ടിവേറ്റ് ചെയ്തിരിക്കും കാണുന്നത്. ഒരിക്കലും തേയില ഇങ്ങനെ വിശാലമായിട്ട് പരന്നൊരിടത്ത് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴും തേയില കൾട്ടിവേറ്റ് ചെയ്ത് ടെറസസ് ആയിട്ടായിരിക്കും, സ്ലോപ്പിലായിരിക്കും എപ്പോഴും തേയിലകൾ കൾട്ടിവേറ്റ് ചെയ്യും. ഒരു തേയില തോട്ടങ്ങളെയും നിങ്ങൾ ഒരിടത്ത് ഇങ്ങനെ പരന്ന് കിടക്കണമാതിരി കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിന് കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തേയില നശിക്കും. അതുകൊണ്ടാണത് പറ്റത്തില്ല എന്നുള്ളതാണ്. അതുപോലെ ടീ ബുഷസ് ആർ ഓഫൺ ഗ്രോൺ അണ്ടർ ഷെയ്ഡ് ട്രീസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഡയറക്റ്റ് ഇൻറ്റൻസ് സൺലൈറ്റ് ടു മെയിൻറ്റെയിൻ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നേരിട്ട് ഒരുപാട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലും മരത്തിൻ്റെ കീഴിലും ഒക്കെ ആയിട്ട് കാണാറുണ്ടെന്നാണ്. പക്ഷേ അത് നമ്മൾ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. നമുക്കൊരു ടീ ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ദറ്റ് റെഗുലേറ്റ് കൾട്ടിവേഷൻ ആൻഡ് പ്രൊമോട്ട്സ് എക്സ്പോർട്ട്സ്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനും ടീ കൾട്ടിവേഷൻ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ തേയിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാഷണൽ ബോഡിയാണ് ടീ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി. അതുപോലെ ദ ടീ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ സ്കീം ഉണ്ട്. ഫോക്കസസ് ഓൺ ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി, സപ്പോർട്ടിംഗ് സ്മോൾ ടീ ഗ്രോവേഴ്സ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്. തേയില പ്രോസസ്സിംഗ് യൂണിറ്റുകളെ ആധുനികവൽക്കരണവും അതുപോലെ ചെറിയ രീതിയിൽ ടീ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുക, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടൊരു ടീ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ സ്കീമും ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ ചായ് സഹയോഗ് മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ചായ് സഹയോഗ് എന്ന് പറയുന്നൊരു മൊബൈൽ ആപ്പുണ്ട്, പ്രോഗ്രാമിൻ്റെ ഒരു മൊബൈൽ ആപ്പുണ്ട്. launched to help small tea growers access weather updates, market prices and advisory services. അതായത് ചെറുകിട തേയില കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വെതർ അപ്ഡേറ്റ്സ്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതിനും അതുപോലെ മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസസ് മനസ്സിലാക്കുന്നതിനും മറ്റെന്തെങ്കിലും ഉപദേശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നേടുന്നതിനും ഒക്കെ ആയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ചായ് സഹയോഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചായ് സഹയോഗ് എന്ന് പറയുന്ന ആപ്പ്. പിന്നുള്ളത് GI ടാഗ്സ് ആണ്. അതും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഒരു അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമ്മൾ ആ പ്രദേശത്തിലെ തേയിലേക്ക് കൊടുക്കുന്ന ഒരു റെക്കഗ്നിഷൻ കൊടുക്കുന്ന പോലെയാണല്ലോ. ഇപ്പം നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് 1ാം റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു ബാധ്യതയാണ്. അയ്യോ, എനിക്കിനി 1ാം റാങ്ക് കീപ്പ് ചെയ്യണം, അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ നല്ലപോലെ പഠിക്കണം, കാരണം ഓൾറെഡി എങ്ങനെയും 1ാം റാങ്ക് കിട്ടിപ്പോയി. പിന്നെ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ടോവിനോ തോമസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, നല്ലപോലെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തൊരു സിനിമയിൽ അഭിനയിച്ചാൽ അടുത്ത സിനിമയിലും അതേ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും അയ്യേ ഇവരത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പറയണമല്ലോ, അതൊരു ബാധ്യത. അല്ലെങ്കിൽ ഒരു സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചത് നമ്മൾ കണ്ടാൽ അടുത്ത സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ അഭിനയിക്കുമെന്ന് ആൾക്കാർ പ്രതീക്ഷിക്കും. അപ്പോൾ അഭിനയത്തിൻ്റെ കൺസിസ്റ്റൻസി അവിടെ നിലനിർത്തേണ്ടി വരും. അതൊരു ബാധ്യതയാണെന്ന് പറയുന്നത്, വിച്ച് ഇസ് ഗുഡ് എനി ഹൗ. അതുപോലെയാണ് GI ടാഗ് കിട്ടുന്നത്, അതൊരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ ആ അംഗീകാരം നിലനിർത്തുക എന്ന് പറയുന്നത് ആ ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കും ആ ജിയോഗ്രഫിക്കൽ ഏരിയയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് GI ടാഗുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ടീ വെറൈറ്റീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർജിലിംഗ് ടീ, കാങ്കര ടീ, ഇതിനൊക്കെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുത്തിരിക്കുന്നതും കാണാൻ സാധിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, കോഫി എന്ന് പറയുമ്പോൾ ഇന്ത്യ ശരിക്കും കോഫിയുടെ കാര്യത്തിൽ അല്പം പറയില്ല. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ബെവറേജ് ടീ തന്നെ, അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷേ കോഫി പലർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് പൊതുവേ കോഫിയുടെ വില കൂടുതലായതുകൊണ്ട് പലരും കോഫി വേണ്ടാന്ന് കൂടി വെക്കുന്നതാണെന്ന് എനിക്ക് കരുതിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ആൾക്കാർ കുറച്ചുകൂടിയൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ കോഫി നമ്മൾ തന്നെ ഒരു കടയിൽ പോയാൽ കോഫിക്ക് 20 രൂപയും ചായക്ക് 10 രൂപയും ആണെങ്കിലല്ലേ 10 രൂപയ്ക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ചായ തന്നെ കുടിക്കുന്നത്. കോഫി കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ചായ തന്നെ കുടിക്കുന്നതിന് കാര്യം ഇതാണ്. അപ്പോൾ കോഫി അതുകൊണ്ട് അത് മാത്രമല്ല, കോഫിയുടെ പ്രൊഡക്ഷനും താരതമ്യേന കുറവാട്ടോ. ഇന്ത്യ റാങ്ക്സ് 8 ഇൻ ദി കോഫി പ്രൊഡക്ഷൻ ഗ്ലോബലി 8ാം സ്ഥാനത്താണ് ഇന്ത്യ കോഫി പ്രൊഡക്ഷനിൽ. ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയല്ല, സാധാരണ എല്ലാത്തിലും നമ്മൾ ചൈനയെ 1ാം സ്ഥാനത്ത് പറയും. പക്ഷേ ഇവിടെ ബ്രസീലാണ്. ആരാണ്? ബ്രസീൽ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഇസ് ദി 6th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ദ വേൾഡ്.
ഇന്ന് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ 8ാം സ്ഥാനത്താണ്. അതിനെ കണക്കൂട്ടിരുന്നാൽ മതി. നോട്ട് ഫോർ ഇറ്റ്സ് ഹൈ ക്വാളിറ്റി ഷെയ്ഡ് ഗ്രോൺ വെറൈറ്റീസ്, ഇന്ത്യൻ കോഫി ഈസ് ഹൈലി വാല്യൂഡ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്, പർട്ടിക്കുലർലി ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു പ്രൊഡക്ഷൻ ഇന്ത്യയിലുണ്ട്. ഈ 6th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യ റാങ്ക്സ് 8th ഇൻ ദി കോഫി പ്രൊഡക്ഷൻ ഗ്ലോബലി. അത് മതി, 8th എന്നുള്ള രീതിയിൽ തന്നെ നിന്നാൽ മതി നിങ്ങൾ. ഓക്കെ, മനസ്സിൽ കരുതിക്കണ്ട. അപ്പോൾ യൂറോപ്പിൽ വലിയ സ്വീകാര്യതയാണ് ഇന്ത്യൻ കോഫിക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. പ്രോഡക്റ്റ് ഓവർവ്യൂ നോക്കിയാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കോഫി വെറൈറ്റീസ് നമ്മൾ പറയാറുണ്ട്, റോബസ്റ്റയും അറബിക്കയും. അതിൽ ഇന്ത്യയിൽ ഏതാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കും, ഞാൻ പറഞ്ഞുതരാം. ഗ്ലോബൽ സ്റ്റാൻഡിംഗ് ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 3 to 4% ഓഫ് ഗ്ലോബൽ കോഫി പ്രൊഡക്ഷൻ. 3 മുതൽ 4% വരെയാണ് ടോട്ടൽ കോഫി പ്രൊഡക്ഷനിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യ പ്രൊഡ്യൂസേഴ്സ് 2 മെയിൻ വെറൈറ്റീസ്, ഒന്ന് അറബിക്ക, 2 റോബസ്റ്റ. അതായത് ഹൈ ക്വാളിറ്റി, മൈൽഡ് ആൻഡ് അറോമാറ്റിക്, ഗ്രോൺ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്സ്. അതാണ് അറബിക്കയുടെ പ്രത്യേകത. ആരാണ് അറബിക്ക? ഹൈ ക്വാളിറ്റിയാണ്, മൈൽഡാണ്, മീഡിയം ലെവലിൽ നിൽക്കുന്നൊരു കോഫി ഫ്രാഗ്രൻസും കോഫിയുടെ എന്താ പറയുക സ്ട്രെങ്തുമാണ്. അത് അരോമാറ്റിക്, നല്ല സുഗന്ധമുള്ളതാണ്. കൂടുതലും ഉയർന്ന ഓൾട്ടിറ്റ്യൂഡുകളിൽ, ഉയരമുള്ള പ്രദേശങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് അറബിക്ക. 2 റോബസ്റ്റ സ്ട്രോങ്ങറാണ്, കുറച്ചുകൂടിയൊക്കെ സ്ട്രോങ്ങറാണ്, കുറച്ചുകൂടി കടുപ്പമേറിയതാണ്, കുറച്ചുകൂടി പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഈവൻ ലോവർ ഓൾട്ടിറ്റ്യൂഡ്സിലും എന്താ പറയുക കൃഷി ചെയ്യുന്നത് കാണാൻ പറ്റും. ഇയാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, റോബസ്റ്റ എന്ന വെറൈറ്റിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അബൌട്ട് 70% കൾട്ടിവേഷൻ ഈസ് ഓഫ് റോബസ്റ്റ വെറൈറ്റി. അത് ചോദ്യമാണ്, ഏത് വെറൈറ്റി ഓഫ് കോഫിയാണ് ഇന്ത്യ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇനി അൺലൈക്ക് ടീ, കോഫി ഈസ് പ്രൈമർലി ആൻ എക്സ്പോർട്ട് ക്രോപ്പ് ഫോർ ഇന്ത്യ വിത്ത് നിയർലി 70 to 75% ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ആക്ച്വലി എക്സ്പോർട്ടഡ്. ടീയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞാണ്, ലോകത്തിൽ 2ാമത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ ആണെങ്കിൽ പോലും, ലോക പ്രൊഡക്ഷനിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീ ആണെങ്കിൽ പോലും എക്സ്പോർട്ട് കേവലം 20% ഉള്ളൂ. എന്നാൽ കോഫി ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ക്രോപ്പാണെന്നാണ് പറയുന്നത്. 70 to 75% ഓഫ് ദി പ്രൊഡക്ഷൻ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് എക്സ്പോർട്ടഡ്. കണ്ടോ, അതായത് ബാക്കി 25 മുതൽ 30% വരുന്ന കോഫി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഇന്ത്യ തന്നെ കൺസ്യൂം ചെയ്യുന്നതെന്ന് സാരം. അപ്പോൾ കോഫി കൺസംഷനിൽ ഇന്ത്യ പുറകോട്ടാണ്, കോഫി എക്സ്പോർട്ടിൽ ഇന്ത്യ മുന്നോട്ടും ആണെന്ന് പറയാം. Almost all Indian coffee is grown under 2-tier mixed shade canopy, often alongside spices like pepper, cardamom, cinnamon, etc. അല്ലേ? കൂടുതലും കോഫിക്ക് മാത്രമായിട്ട് നമ്മൾ പ്ലാന്റേഷൻസ് ഇങ്ങനെ പറയൽ കുറവാണ്. ഇടവിളയായിട്ട് തന്നെയാണ് നമ്മൾ കോഫി കൂടുതലും ഇന്ത്യ കൾട്ടിവേറ്റ് ചെയ്ത് കാണുന്നത്. പെപ്പറിൻ്റെയോ സിനമൻ്റെയോ കാർഡമത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഏലം, കുരുമുളക്, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള എന്തിൻ്റെയൊക്കെ ഇടവിളയായിട്ട് തന്നെയാണ് നമ്മൾ ഇയാളെയും കൾട്ടിവേറ്റ് ചെയ്ത് കാണാറുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ ദീസ് ആർ ദി 2 വെറൈറ്റീസ്, അറബിക്ക ആസ് വെൽ ആസ് റോബസ്റ്റ. അതിൽ അറബിക്കയുടെ ഒറിജിൻ യമനിലാണ്, റോബസ്റ്റയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെയാണ്. ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ആഫ്രിക്കൻ ഒറിജിനുള്ള റോബസ്റ്റയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ റോബസ്റ്റയിൽ 2.7% ആണ് കഫീൻ വരുന്നത്, അറബിക്കയിലാണെങ്കിൽ 1.5% ആണ് കഫീൻ. ഇത് രണ്ടിലും കഫീൻ ഉള്ളതാണെന്ന് അറിയാം നമുക്ക്. കുറച്ചുകൂടി ലോങ് ആൻഡ് ഇലോങ്ങേറ്റഡ് ആണ് അറബിക്ക, കുറച്ചുകൂടി ഉരുണ്ടതാണ്, റൗണ്ടഡ് ആണ് റോബസ്റ്റയ്ക്കകത്തൊരു ഓ കിടപ്പുണ്ട്, അപ്പോൾ ഉരുണ്ടതാണ് റോബസ്റ്റ എന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ടേസ്റ്റ് ബാലൻസ്ഡ് ആണ്, വലിയ നല്ല മണമുണ്ട്, നല്ല ഗന്ധം വരുന്ന ഒരു സംഗതിയാണ് അറബിക്കയിൽ. നല്ല ഗന്ധം ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും, പക്ഷേ വലിയ വലിയ കടുപ്പമോ വലിയ ഒരു കയ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ റോബസ്റ്റ ഓൺ ദി അതർ ഹാൻഡ് അത്യാവശ്യം സ്ട്രോങ്ങർ സെൻസാണ്, ഒരു ടിൻറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും, നല്ല കടുപ്പമേറിയതുപോലെ തോന്നിക്കും, അത്യാവശ്യം ബിറ്റർനെസ് അല്ലെങ്കിൽ കയ്പ്പ് രസം കൂടുതൽ കാണും. കുറച്ച് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കയ്പായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ടൈപ്പിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ കോഫി വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം മറ്റാരുമല്ല, കർണാടക തന്നെയാണ്. നിയർലി 70% ഓഫ് ദി പ്രൊഡക്ഷൻ കംസ് ഫ്രം കർണാടക എലോൺ. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള. ഒന്നില്ലെങ്കിലും നമ്മൾ മുന്നിലെത്തി. കേരളം ഈസ് ദി 2nd ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ഇന്ത്യ, പ്രത്യേകിച്ച് വയനാട്. 3ാം സ്ഥാനത്ത് തമിഴ്നാട്, 4ാം സ്ഥാനത്ത് നമ്മുടെ ആന്ധ്രാപ്രദേശ് മറ്റുമൊക്കെയാണ് നിൽക്കുന്നതെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒഡീഷയ്ക്ക് ഒരു എമർജിങ് പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എമർജിങ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ എന്ന് പറയാം നമുക്ക്. ആന്ധ്രാപ്രദേശ് ഒഡീഷയ്ക്ക് എമർജിങ് പ്രൊഡ്യൂസറാണ്, പർട്ടിക്കുലർലി ഒഡീഷ. ഏറ്റവും കൂടുതൽ കർണാടക, 2ാമത് കേരള, 3 തമിഴ്നാട്. പഠിച്ചിരിക്കുക ഈ കാര്യങ്ങളും കൂടി. ഓക്കെ, പൊതുവേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്തിട്ട് പറയുന്നതാണ് കർണാടക, കേരള, തമിഴ്നാട്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, റോബസ്റ്റയുടെ അറബിക്കൻ്റെയും കോഫി പ്രൊഡക്ഷൻ 2018-19 വാല്യൂ ചുമ്മാ ഒന്ന് തന്നേക്കുന്നതാണ്, കൂടുതൽ റോബസ്റ്റയ്ക്കാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് റോബസ്റ്റ ഈസ് വാട്ട് വി കൾട്ടിവേറ്റ് ദ മോർ. ഓക്കെ, റൈറ്റ്. പിന്നെ വരുന്നത് ഓയിൽ സീഡ്സ് ആണ്, നമ്മുടെ എഡിബിൾ ഓയിൽ സെക്ടർ, കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണക്കുരു മേഖല എന്ന് പറയുന്ന ഓയിൽ സീഡ്സ്. അപ്പോൾ ഇന്ത്യ പൊതുവേ നമ്മുടെ ഓയിൽ സീഡ്സിൻ്റെ ഗ്രോത്തിൽ പുറകോട്ടാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം.
India is the largest importer and one of the largest producer of oilseeds globally. The sector is a major focus on the Atmanirbhar Bharat initiative to reduce the heavy fiscal burden of importing edible oils. നമ്മൾ എഡിബിൾ ഓയിൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എണ്ണകളുടെ കാര്യത്തിൽ നമ്മൾ വലിയൊരു ഇമ്പോർട്ടറാണെന്നാണ് പറയുന്നത്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ ഓയിൽ സീഡ്സിൻ്റെ പ്രൊഡക്ഷനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നത് ആത്മനിർഭർ ഭാരത് എന്ന ഇനിഷ്യേറ്റീവിനെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. So global standing, India is the fourth largest oilseed producer in the world, which has 9 major oilseeds. ഏതൊക്കെയാണ്? സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, റേപ്സീഡ് അല്ലെങ്കിൽ മസ്റ്റർഡ്, സൺഫ്ലവർ, സീസമി, സാഫ്ലവർ, നൈഗർ സീഡ്, കാസ്റ്റർ, അതുപോലെ ലിൻസീഡ്. ഈ വെറൈറ്റീസ്, ഇത്തരത്തിലുള്ള 9 പ്രധാന ഓയിൽ സീഡ് വെറൈറ്റീസാണ് ഇന്ത്യ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽ ഇന്ത്യ ഇമ്പോർട്ട്സ് നിയർലി 55-60% ഓഫ് ഇറ്റ്സ് എഡിബിൾ ഓയിൽ റിക്വയർമെൻറ്റ്സ് പ്രൈമർലി നമ്മുടെ പാം ഓയിൽ. ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നോക്കിയാണ് ഈ പാം ഓയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, വിച്ച് ഇസ് വെരി ഹാംഫുൾ ടു ഹ്യൂമൻ ബീയിങ് കൺസപ്ഷൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാം ഓയിൽ കൺസപ്ഷന് തീരെ എന്താ പറയുക, ആരോഗ്യകരമല്ലാത്തതാണ് പാം ഓയിൽ. ആ പാം ഓയിൽ നമ്മൾ വലിയ തോതിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ്, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്. അതുപോലെ സോയ, സൺഫ്ലവർ ഓയിലൊക്കെ താരതമ്യം മെച്ചപ്പെട്ട ഓയിലാട്ടോ, നല്ല മെച്ചപ്പെട്ട ഓയിൽ. സൺഫ്ലവർ എനി ഓയിൽ റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരി വെരി ബാഡ്. പാം ഓയിൽ റീഹീറ്റ് ചെയ്യാതെ ഉപയോഗിക്കുമെങ്കിൽ പോലും അത് കുറച്ചുകൂടി ആരോഗ്യത്തിന് നല്ലതല്ലാത്തതാണ് പാം ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ സൺഫ്ലവർ ഓയിൽ താരതമ്യേന റീഹീറ്റ് ചെയ്യാതെ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓയിൽ തന്നെയാണ്. ഓയിൽ സീഡ്സ് ആർ ഗ്രോൺ ഇൻ ബോത്ത് ഖാരിഫ് ആസ് വെൽ ആസ് റാബി സീസൺസ്. 2 സീസണിലുമായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാണാം. അതായത് സോയാബീൻ, ഗ്രൗണ്ട്നട്ടൊക്കെ ഖാരിഫ് ആണെങ്കിൽ മസ്റ്റർഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് റാബി സീസൺ ആയിട്ടാണ്, അല്ലെങ്കിൽ റാബി ക്രോപ്പായിട്ടാണ്. ഏതൊക്കെയാണ് മേജർ ഓയിൽ സീഡ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഓരോന്നിൻ്റെയും കാര്യത്തിൽ പറയാം. സോയാബീൻ, ഇപ്പോൾ ഞാൻ കീ ഫാക്ട് നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോയാബീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശാണ് മുന്നിൽ നിൽക്കുന്നത്. ഗ്രൗണ്ട്നട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാടാണ് മുന്നിൽ നിൽക്കുന്നത്. റൈപ്സിഡും മസ്റ്റാർഡും രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്. സൺഫ്ലവറിൻ്റെ കാര്യത്തിൽ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് മുന്നിൽ നിൽക്കുന്നൊന്നും പറയാൻ പറ്റും. ജിയോഗ്രഫിക്കൽ റിക്വയർമെൻറ്റ്സ് നോക്കിയാൽ ക്ലൈമറ്റ് ഒരു വാം ക്ലൈമറ്റ് തന്നെയാണ് ജനറലി റിക്വയർ ആയിരിക്കുന്ന ഒരു ക്ലൈമറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ റൈപ്പനിങ് സമയത്ത് ഒരു ഡ്രൈ ക്ലൈമറ്റ് കിട്ടിയാൽ നല്ലതാണ്. 20-30 ഡിഗ്രി സെൽഷ്യസ് ഐഡിയൽ കണ്ടീഷനാണ്. ഒരു 45-100 സെൻറ്റിമീറ്റേഴ്സിനുള്ളിലുള്ള ഒരു മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് ഗുഡ് ടേക്ക് ഫോർ ഓയിൽ സീഡ്സ്. ഗ്രൗണ്ട്നട്ട് ത്രൈവ് വെൽ ഇൻ ഡ്രെയിൻഡ് സാൻഡി ലോംസ്. വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ തന്നെയാണ് ഗ്രൗണ്ട്നട്ടിനായാലും ഏതിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. സോയാബീനിൽ കുറച്ചുകൂടിയൊക്കെ ഗ്രേ ആയിട്ടുള്ള ബ്ലാക്ക് കോട്ടൺ സോയിൽസ്, നല്ലപോലെ മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യുന്ന സോയിലൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഗ്രൗണ്ട്നട്ട് അത്ര കണ്ട് ഓയിൽ മീൻസ് വെള്ളം റിട്ടേൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ മസ്റ്റർഡൊക്കെ ആണെങ്കിൽ അലൂവിയൽ സോയിലുകളിൽ നല്ലപോലെ വളരുന്നുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ കാറ്റഗറി പറയുന്നുണ്ട് എന്നുള്ളതും വാസ്തവം. ഈ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് NMEO, നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്, ഓയിൽ പാം. A major push to expand oil palm cultivation, particularly in the northeast and Andaman and Nicobar Islands, to reduce import reliance. നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ തോതിൽ നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് മലേഷ്യയിൽ നിന്നൊക്കെ പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസിലെ ഓയിൽ പാം അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ, ആൻഡമാൻ നിക്കോബാർ പോലുള്ള സ്ഥലങ്ങളിൽ PM ആശ നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ് അല്ലേ. എ സ്കീം എയിംഡ് അറ്റ് എൻഷുറിംഗ് റെമ്യൂണറേറ്റീവ് പ്രൈസസ് ടു ഫാമേഴ്സ് ത്രൂ പ്രൈസ് സപ്പോർട്ട് സ്കീംസ് ആൻഡ് പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സിസ്റ്റംസ്. കൃത്യമായിട്ട് പ്രൈസ് കിട്ടാത്തവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റംസും പ്രൈസ് കൃത്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമൊക്കെ ആയിട്ട് PM ആശ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്കീം ഇതിലും ബാധകമാണ്. അതുപോലെ യെല്ലോ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 80s. നമ്മുടെ സാം പിട്രോഡ എന്ന മനുഷ്യൻ, നമ്മുടെ IT റെവല്യൂഷനൊക്കെ വരുന്ന സമയത്തുള്ള ആളാണ് സാം പിട്രോഡ തന്നെ നേതൃത്വത്തിൽ യെല്ലോ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പർട്ടിക്കുലർലി ഈ ഓയിൽ സീഡ്സിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വൈറ്റ് റെവല്യൂഷൻ പഠിച്ച ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നുള്ളത് സ്നേഹബന്ധൻ അല്ലെങ്കിൽ മസ്റ്റാർഡ് മിഷൻ എന്ന് പറയുന്ന റീസെൻറ്റ് ലോക്കലൈസ്ഡ് എഫേർട്ട് ഇൻ നോർത്ത് ഇന്ത്യ ടു പ്രൊവൈഡ് ഹൈ yielding വെറൈറ്റി സീഡ്സ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു മസ്റ്റാർഡ് ഫാമേഴ്സിന് കടുക് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പർട്ടിക്കുലർലി ഒരുപാട് ടെക്നോളജിക്കൽ സപ്പോർട്ടും ഹൈ yielding വെറൈറ്റി സീഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീസെൻ്റ്ലി നോർത്ത് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹബന്ധൻ അല്ലെങ്കിൽ മസ്റ്റാർഡ് മിഷൻ എന്ന് പറയുന്ന സ്നേഹബന്ധൻ മസ്റ്റാർഡ് മിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നതും മനസ്സിലാക്കിയിരിക്കാം. ഉൽപ്പാദനത്തിൽ ഓയിൽ സീഡ്സ് ജനറലൈസ് ചെയ്ത ഉൽപ്പാദനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്നു, പിന്നെ മധ്യപ്രദേശ്, പിന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, UP. ആ ഒരു തോതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ ഓയിൽ സീഡിനും ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ കാറ്റഗറീസ് നമ്മൾ തൊട്ട് നേരത്തെ കണ്ടതാണ്. അത് വെച്ച് നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. ദെൻ കംസ് റബ്ബർ. അപ്പോൾ റബ്ബർ കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്രോപ്പാണ് റബ്ബർ അല്ലേ. റബ്ബർ കൃഷി
ഇന്ത്യയുടെ റബ്ബർ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും പറഞ്ഞാൽ കേരളം തന്നെയാണ്. ഇന്ത്യ ഗ്ലോബൽ റബ്ബർ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസും 2nd ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് നാച്ചുറൽ റബ്ബറുമാണ്. നാച്ചുറൽ റബ്ബർ രണ്ടാമത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ്സ് ടു 8.82 lakh tons with a growth rate of 2.1%. ഒരു മിതമായ ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. 2.1% ആണ് അതിനകത്ത് ഗ്രോത്ത് റേറ്റ് ഉള്ളത്. അതിന് കാരണം അടുത്തിടെ ആയിട്ട് ഗ്രോത്ത് റേറ്റ് ഈ പ്രൈസിലുണ്ടായ ഹൈ വോളറ്റൈലിറ്റിയും വളരെ കഠിനമായിട്ട് വളരെ വലുതായിട്ടുള്ളൊരു പ്രൈസ് ഡ്രോപ്പും ഒക്കെ വന്നത് പൊതുവേ ഈ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കർഷകരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെഫിസിറ്റ് ഗ്യാപ്പ് ഉണ്ട്. വിത്ത് കൺസപ്ഷൻ അറ്റ് 14.86 lakh ton, ഇന്ത്യ ഫേസ് എ 5 lakh ton ഡെഫിസിറ്റ് necessitated by imports from Southeast Asia. അതിന് കാരണമുണ്ട്. ഈവൻ ദോ വി ആർ ആക്ച്വലി ഫീലിംഗ് ഡെഫിഷ്യൻസി വെൻ ഇറ്റ് കംസ് ടു നമുക്കിപ്പം റബ്ബർ റിക്വയർമെൻറ്റ്സ് ഉള്ളതിൽ 5 ലക്ഷത്തോളം ടണ്ണ് ഡെഫിസിറ്റ് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. അത് നമ്മൾ മീറ്റ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് റബ്ബറിനെ, നാച്ചുറൽ റബ്ബറിനെ ഇമ്പോർട്ട് ചെയ്തിട്ട്. അതാണ് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമറാണ് നാച്ചുറൽ റബ്ബറിൻ്റേതെന്നുള്ളത്. ടയറായാലും മറ്റു കാര്യങ്ങളായാലും എന്തായാലും മാനുഫാക്ചറിങ്ങിന് വേണ്ടി റബ്ബറിന് റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ 5 ലക്ഷം ടണ്ണിൻ്റെ ഡെഫിഷ്യൻസി വരാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിൽ പോലും റബ്ബറിന് വിലയില്ലാണ്ടായ സാഹചര്യം വന്നപ്പോൾ കാര്യമായ കർഷകരൊക്കെ റബ്ബറിൽ നിന്ന് വിട്ടുമാറി മറ്റ് കൃഷികളിലേക്ക് പോയ സാഹചര്യം കാണാൻ സാധിച്ചു. സോ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും കുറഞ്ഞു. The automotive tire industry is the primary driver consuming approximately 73% of the total supply. അല്ലേ, 73% ഡിമാൻഡും വരുന്നത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അത് വാഹന നിർമ്മാണ മേഖലയിൽ, ടയർ നിർമ്മാണ മേഖലയിൽ നിന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. മേജർ പ്രൊഡ്യൂസിങ് റീജിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളം, തമിഴ്നാട്, ത്രിപുര, ആസാം, കർണാടക. ട്രഡീഷണൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 74% പ്രൊഡക്ഷനും കേരളത്തിൽ നിന്നും മാത്രമാണ്. പിന്നെ 74% ഓഫ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി എൻറ്റയർ ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബർ ഇസ് ആക്ച്വലി മെയ്ഡ് ഫ്രം കേരള ഇറ്റ്സെൽഫ്. 74% കേരളത്തിൽ നിന്ന് മാത്രം. പിന്നീടാണ് തമിഴ്നാട്, ത്രിപുര, ആസാം, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നോർത്ത് ഈസ്റ്റിൽ ത്രിപുര സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. നോർത്ത് ഈസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ത്രിപുരയാണേ. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ കേരളമാണ്. ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ത്രിപുര എന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഏരിയ പുതിയൊരു ഫോക്കസ് ഏരിയയാണ്. ആക്ച്വലി ഗവൺമെൻറ്റിന് റിക്വയർമെൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റിനല്ല നമ്മുടെ നാട്ടിൽ ആവശ്യകതയുണ്ട്. 5 ലക്ഷം ടണ്ണ് ഡെഫിസിറ്റ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കാര്യമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ട് താനും. അതുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ റബ്ബർ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പ്രാപ്തമാക്കാനുള്ള ശ്രമം നടത്തുക. അത്യാവശ്യം നല്ല മഴയും മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായി. ഏകദേശം 200 മുതൽ 300 സെൻറ്റിമീറ്ററിൻ്റെ മഴ വേണ്ട ഒരു ക്രോപ്പാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നല്ലപോലെ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് കോട്ടയവുമാണ്. നമുക്ക് എല്ലാവരും പറയും റബ്ബർ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സ് പോകുന്നത് കോട്ടയം ജില്ലയ്ക്കാണ്. അത് കറക്റ്റാണ്. കോട്ടയം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നത് കോട്ടയം തന്നെയാണെന്നും മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് നല്ലപോലെ മഴ വേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കേരളം കഴിഞ്ഞ് പിന്നെ അടുത്ത ഏറ്റവും നന്നായിട്ട് റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ക് കൂട്ടുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ബിക്കോസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആക്ച്വലി റിസീവ് എനഫ് എമൗണ്ട് ഓഫ് റെയിൻ, പ്ലെൻറ്റി ഓഫ് റെയിൻഫോൾ കിട്ടുന്ന പ്രദേശങ്ങളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 200 മുതൽ 300 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ കിട്ടുക എന്ന് പറയുമ്പോൾ അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്ന് മനസ്സിലാക്കാം. ടെമ്പറേച്ചർ ഒരു 25 to 35 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിലുള്ളൊരു സാഹചര്യമുണ്ട്. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ടെമ്പറേച്ചർ ഉള്ളൊരു ട്രോപ്പിക്കൽ റീജിയൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ത്രൈവ്സ് ഇൻ ഡീപ്പ് വെൽ ഡ്രെയിൻഡ് സ്ലൈറ്റ്ലി അസിഡിക് ലാറ്ററൈറ്റ് അലുവിയൽ സോയിൽ. അലുവിയൽ സോയിലായാലും ലാറ്ററൈറ്റ് സോയിലായാലും, ലാറ്ററൈറ്റ് സോയിലൊക്കെ നല്ല കേട്ടോ. റബ്ബർ കൾട്ടിവേഷൻ ലാറ്ററൈറ്റ് സോയിലൊക്കെ നല്ല സ്യൂട്ടബിൾ ആണ്. പൊതുവേ ലാറ്ററൈറ്റ് സോയിൽ അങ്ങനെ അഗ്രികൾച്ചറിന് അത്ര സ്യൂട്ടബിൾ ഒന്നും അല്ലെങ്കിലും റബ്ബറിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അബൌട്ട് 7 to 10 years ആണ് ഇതിൻ്റെ ഗ്രോത്ത് സൈക്കിൾ വരിക. 10 വർഷത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റബ്ബർ ടാപ്പ് ചെയ്ത് ലാറ്റക്സ് എടുത്ത് ഷീറ്റാക്കി മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 10-30 വർഷത്തോളം 10 വർഷത്തോളമാണ് സാധാരണ പറയുന്നതെങ്കിലും ആൻഡ് റിമെയിൻ പ്രൊഡക്റ്റീവ് ഫോർ അപ് ടു ഈവൻ 30. അത് നമ്മുടെ കൾട്ടിവേഷൻ രീതി, നമ്മുടെ ടാപ്പിംഗ് രീതിയൊക്കെ അനുസരിച്ചിരിക്കും. ഏകദേശം 30 വർഷം വരെ ഒരു തവണ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നൊരു സാഹചര്യം കൂടി റബ്ബറിനുണ്ട്. അപ്പോൾ അതും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് റബ്ബറിൻ്റെ കൾട്ടിവേഷൻ പറയാൻ പറ്റും. പണ്ടൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ റബ്ബർ കൃഷി വലിയ തോതിൽ ചെയ്തിരുന്നില്ല. റബ്ബർ തോട്ടം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്തോ പണക്കാരന്മാരെയാ പോലെയായിരുന്നു നമ്മൾ പൊതുവേ കാണുന്നത് റബ്ബർ തോട്ടം ഉള്ള ആളെന്ന് പറയുമ്പോഴേ. അപ്പോൾ ഈ റബ്ബർ എന്താ പറയുക, ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ട് തന്നെ വർധനവിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കീ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് നോക്കിയാൽ ഒന്ന് പ്രൊജക്റ്റ് ഇൻറോഡ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്. എ പാർട്ട്ണർഷിപ്പ് between the rubber board and the tire companies to expand plantations by 2 lakh hectares in north east. ഞാൻ പറഞ്ഞു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഇനി അടുത്ത റബ്ബറിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 ലക്ഷം ഹെക്ടർ റബ്ബർ പ്ലാന്റേഷൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി റബ്ബർ ബോർഡും ടയർ കമ്പനികളുമായി ചേർന്നൊരു പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ഇൻറോഡ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഇൻറോഡ്.
Introduction of high-speed and ISNR programs to enhance skilling and ensure production meet global traceability standards. ആഗോളതലത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് റബ്ബർ പ്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾക്കും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ-സ്പീഡ്, ISNR എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ എക്സ്പാൻഷൻ മിഷൻസ്, specialized state missions in Mizoram and other northeastern states to diversify the production base away from the south. അതായത് ഇപ്പോൾ സൗത്തിലെ കാര്യം നല്ല തോതിൽ സൗത്തിൽ നിന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സൗത്തിൽ ഈ കൃഷി വേണ്ടാന്ന് വെച്ചതുകൊണ്ട് തന്നെ സൗത്തിൽ ഇനി പോയി കൃഷി ചെയ്യുമെന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം വടക്ക് കിഴക്കിലേക്കാണ് സംസ്ഥാനം. അത് ഷിഫ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ സൗത്തിൽ നിന്ന് പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കാര്യമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി നടക്കുന്നുണ്ട്. അത് വരുന്ന പ്രോജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ അറിയാം. എക്സ്പാൻഷൻ മിഷൻസ് എല്ലാം പർട്ടിക്കുലർലി ടാർഗറ്റ് ചെയ്യുന്നത്, റബ്ബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷൻസ് എല്ലാം പർട്ടിക്കുലർലി ടാർഗറ്റ് ചെയ്യുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ സൗത്തിൽ നിന്നൊരു ബേസ് ഷിഫ്റ്റ് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ പ്രധാനപ്പെട്ട ക്രോപ്സ് നമ്മളിവിടെ നോക്കിയല്ലോ. ഈ നോക്കിയ ക്രോപ്പുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബോഡീസ്, റെഗുലേറ്റിംഗ് ബോഡീസും അവയുടെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്കല്ലാതെ തന്നെ അറിയാൻ പറ്റും. ഫംഗ്ഷൻസ് ജനറലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ബോർഡ് നെയിം അതുപോലെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ടീ ബോർഡ് ഓഫ് ഇന്ത്യ കൊൽക്കത്തയാണ്, വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലാണ് ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരിക. കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരാണ്, കർണാടക. എഗെയിൻ കർണാടകയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർ, അതുകൊണ്ട് അവിടെ തന്നെ കോഫി ബോർഡ് ഓഫ് ഇന്ത്യ വന്നു. റബ്ബർ ബോർഡ് കോട്ടയത്താണ്, നമുക്കറിയാം. കോട്ടയമാണ്, കേരളമാണ് റബ്ബറിൻ്റെ കാര്യത്തിൽ പ്രൊഡക്ഷന് മുന്നിൽ, അതുകൊണ്ട് അവിടെ. ടൊബാക്കോ ബോർഡ് വരുന്നത് ഗുണ്ടൂറാണ്, ആന്ധ്രാപ്രദേശ് ഗുണ്ടൂരിൽ. സ്പൈസസ് ബോർഡ് വരുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ്. സ്പൈസസ് ബോർഡ് വരുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ് എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. വെരി ഗുഡ്. യെസ്. അപ്പോൾ ഇത് എനിക്കറിയാം ഒരല്പം കൂടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് തന്നിരുന്ന എല്ലാ ക്രോപ്സിനെയും പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരല്പം വേഗത്തിലാണ് ഞാൻ ഇന്നത്തെ സെഷൻ കൊണ്ടുവരുന്നത്. ആർക്കെങ്കിലും ഒരു ചെറിയ ഡിലേ എങ്ങാനും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പലതരത്തിലുള്ള കുട്ടികൾ ക്ലാസ് കാണുന്നതാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു എന്താ പറയുക ഒരു മീഡിയോക്കർ ലെവലിൽ പിടിച്ചു പോകുന്നത്. പിന്നെ ചില ക്ലാസ്സസിൽ ചില കണ്ടന്റുകൾ നമ്മൾ കുറച്ചുകൂടെ പതുക്കെ എന്ന രീതിയിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. അത് ചില കുട്ടികൾക്ക് അറിയുന്ന ചില കുട്ടികൾക്ക് അത് ലാഗായിട്ട് തോന്നുകയും ചെയ്യും. ഐ അണ്ടർസ്റ്റാൻഡ്, ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ആദ്യത്തെ ചില ക്ലാസ്സിൽ കുറച്ച് സ്പീഡ് കൂടി പോകുന്നു എന്നുള്ളൊരു പരാതി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ടായത് ചില ക്ലാസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ. ബട്ട് ഇന്നത്തെ ക്ലാസ് അത്യാവശ്യം ഞാൻ വേഗത്തിൽ നിങ്ങളോട് കൊണ്ടുപോകാനായിട്ട്, അത്യാവശ്യം സ്പീഡിൽ തന്നെ റാപ്പിഡായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് 2-3 കാര്യങ്ങളുള്ളത് കൂടുതലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയാൽ, വായിച്ചാൽ, എഴുതിയാൽ, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അധികം ലോജിക്കോ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വേഗത ഒരല്പം കൂടിയാലും ഇന്നത്തെ ക്ലാസ്സിനെ അത് ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ നിഗമനം. ആ ഒരു നിഗമനത്തിൻ്റെ പുറത്താണ് ഒരല്പം ഓടിച്ചാടി തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയത്. ഒരു ഡിലേ ഇല്ലാണ്ട് അടുത്ത ഓരോ ക്രോപ്പിൽ നിന്ന് ചാടി ഒട്ടനേകം ക്രോപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്രോപ്സും, ക്രോപ്പ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്സും, ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ അവരുടെ റാങ്കിങ്ങും, അതിൻ്റെ പ്രധാനപ്പെട്ട വെറൈറ്റികളും കണ്ടീഷൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവരെ ഇവർക്ക് നമസ്കാരം, നന്ദി, താങ്ക് യു.